എന്റെ പേര് ബിനു, സ്വദേശം തിരുവനന്തപുരം. ഇന്ത്യൻ എയർഫോഴ്സിൽ ഒരു ജോലി ഉണ്ടായിരുന്നു. ആ ജോലി 20 വർഷം കംപ്ലീറ്റ് ആയപ്പോൾ ഞാൻ ക്വിറ്റ് ചെയ്യാൻ തീരുമാനിച്ച വ്യക്തിയാണ്. അങ്ങനെ ജോലിയൊക്കെ കിട്ടിയത് പോകുന്നതിന്റെ ഭാഗമായിട്ട് 87-ൽ സർവീസിൽ കയറി 2007 ഒക്ടോബർ മാസത്തിൽ എനിക്ക് പുറത്തിറങ്ങാൻ സാധിച്ചു. എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഗൾഫിൽ പോയി ഒരു വലിയ ജോലി സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. വലിയ ജോലി എന്ന് പറയുമ്പോൾ മറ്റൊന്നുമല്ല, അതായത് എമിറേറ്റ്സിലെ ഒരു ജോലിയായിരുന്നു ഞാൻ അന്ന് ആഗ്രഹിച്ചത്. അപ്പൊ 87 റിട്ടയർമെന്റിന് ശേഷം, റിട്ടയർമെന്റ് എന്നല്ല പറയേണ്ടത്, ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴല്ലേ BRS എടുക്കുമ്പോൾ ഞാൻ BRS പോലെ, അതായത് നമ്മളിനി ഫർദർ ഞാൻ സർവ് ചെയ്യുന്നില്ലെന്ന് ഒരു അൺവില്ലിങ്സ് കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഇറങ്ങി പോരുന്നത്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, 87 പുറത്തു വന്നു. അപ്പൊ ഒരു വർഷം റെസ്റ്റ് എടുത്ത് 2007 വർഷം തെറ്റിപ്പോയതാണ്. 2007 പുറത്തു വന്നു. ഒരു വർഷം നാട്ടിൽ നിന്ന് റെസ്റ്റ് എടുക്കണം. കാരണം വൈഫ് സ്കൂളിൽ ടീച്ചറാണ്. അപ്പൊ തീർച്ചയായിട്ടും അവരോടൊപ്പം ഏകദേശം ഒരു വർഷം സ്പെൻഡ് ചെയ്തതിനു ശേഷം ഗൾഫിലേക്ക് പോകണമെന്ന്, പറ്റുവാണെങ്കിൽ ഒരു ഫാമിലി വിസ സംഘടിപ്പിച്ച് എല്ലാവരെയും അങ്ങോട്ട് കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹമൊക്കെ ആയിരുന്നു. നമ്മൾ പറയില്ലേ, നമുക്ക് പലപ്പോഴും വലിയ വലിയ സ്വപ്നങ്ങളുണ്ടാവും. ഈ സ്വപ്നങ്ങളൊന്നും നമ്മൾ പുറത്ത് പറയാറില്ല. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും, സ്വപ്നങ്ങൾ നമ്മൾ നുള്ളിക്കളയും അല്ലെ. സ്കൂളിൽ പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയ സ്വപ്നങ്ങൾ സ്കൂളിൽ കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടി അത് ഉറക്കത്തേ ഉണ്ടാവില്ല അല്ലെ. അതുകൊണ്ടാണ് ആർച്യം നമ്മളെ പഠിപ്പിക്കുന്നത്, എന്ത് പറയും, സ്വപ്നം നിങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ ഡിക്ലെയർ ചെയ്യുക. ബെനിഫിറ്റ് ഓഫ് ഡിക്ലറേഷൻ. ഞാൻ എന്റെ സ്വപ്നം നിങ്ങളുടെ മുന്നിൽ നിന്ന് പറയുവാണെങ്കിൽ കുറച്ചു ദിവസം കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, ഇതിലിരിക്കുന്ന പല ആൾക്കാരും, ഞാൻ അവരുടെ പേര് പറയുന്നില്ലേ, അവർ ചോദിക്കും, സാറൊന്ന് പറഞ്ഞിരുന്നല്ലോ ഇങ്ങനെ ഒരു സ്വപ്നം ഉണ്ടെന്ന്, പിന്നെ എന്തായി എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഉത്തരമില്ലാതെ വരും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, എങ്ങനെയും ആ സ്വപ്നം നേടുന്ന ഒരു രീതിയിലേക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കും. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് ഡ്രീംസ് ഉണ്ടെങ്കിൽ അത് ഡിക്ലെയർ ചെയ്യണം. അത് തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ അപ്ലൈനും നിങ്ങളുടെ ടീമും കേൾക്കുന്ന രീതിയിൽ തീർച്ചയായിട്ടും നിങ്ങളത് അല്ലെ നിങ്ങൾ ഡിക്ലെയർ ചെയ്യണം. ബെനിഫിറ്റ് ഓഫ് ഡിക്ലറേഷൻ. ഡിക്ലെയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്വപ്നത്തിന്റെ ഓർഡർ നിങ്ങൾ മാത്രമല്ല, എന്റെ ടീമിൽപ്പെട്ട ശരിക്കും പറയുകയാണെങ്കിൽ നമ്മള് ശരിക്ക് ഒക്ടോബർ മാസത്തിൽ പല ഒരു ലീഡേഴ്സ് മീറ്റിംഗിൽ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ലീഡേഴ്സിന്റെ, അതായത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എല്ലാവരും ഡ്രീം എഴുതണ്ടോ, 2-3 ഒക്കെ ഡ്രീം. അപ്പൊ ഡ്രീമിനെ കുറിച്ചുള്ള ക്ലാസ് എടുക്കുമ്പോൾ അത് ഡ്രീം എഴുതാൻ പറയുകയും, അതായത് ഗോൾ സെറ്റിംഗ് ആയിരുന്നു, ഡ്രീം എഴുതാൻ പറഞ്ഞു. അങ്ങനെ ഡ്രീം എഴുതി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്, ഞാൻ അവരെ പലരെയും ഫോളോ ചെയ്യുന്നുണ്ട്. എന്തായി, നമ്മൾ ഇങ്ങനെ ഡ്രീം പറഞ്ഞിരുന്നു, അതിനുള്ള തയ്യാറെടുപ്പിലുണ്ടോ എന്ന് ഞാൻ കൂടി ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്താ ഗുണം, ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ഡ്രീം എന്റേത് മാത്രമല്ല, എന്ത് ചെയ്യും, എന്നെ അതിലേക്ക് എത്തിക്കാനായിട്ട് മറ്റുള്ള ആൾക്കാരുടെയും കൂടെ ഒരു പുഷ് ലഭിക്കും. സോ നിങ്ങൾ എന്ത് ചെയ്യണം, ഡിക്ലെയർ ചെയ്യുക. അപ്പൊ അതേപോലെ ഞാൻ ഡിക്ലെയർ ചെയ്തിരുന്നില്ല, എമിറേറ്റ്സ് ജോലിയാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. ഇതിലുള്ള പലർക്കും അറിയാം, 2008-2009 കാലഘട്ടങ്ങളിൽ റെസിഷൻ വന്നതോടുകൂടി എമിറേറ്റ്സ് ഒക്കെ ആൾക്കാരെ എടുക്കുന്നത് നിർത്തി. ഒരു എമിറേറ്റ്സിന്റെ ഇന്റർവ്യൂ കണ്ടാൽ മാത്രം ഞാൻ പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ എറണാകുളത്ത് പിന്നീട് 2009 കാലഘട്ടങ്ങളിൽ 2008 വന്നൊരു ഇന്റർവ്യൂവിന് ഞാൻ പോയി പങ്കെടുത്തു. അപ്പൊ അവര് പറഞ്ഞു, ഇൻസ്ട്രുമെന്റേഷൻ നമുക്ക് ഇത് പറ്റത്തില്ല, വേറെ ബോയിലർ പ്ലാന്റിലുള്ള ഇൻസ്ട്രുമെന്റേഷൻ അതാണ് നമുക്ക് വേണ്ടത്, ഇത് നിങ്ങളത് ഏവിയേഷൻ ബേസ്ഡ് ആണ്, അതുകൊണ്ട് സോറി എന്നവർ പറഞ്ഞു. അന്ന് കൂടെ ഇരുന്നൊരു കക്ഷി എന്നോട് പറഞ്ഞു, എമിറേറ്റ്സ് ജോലിയാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്, കാരണം അവർ കാര്യമായിട്ട് ആളെടുക്കുന്നില്ല, അതിന്റെ എന്താ പറയാ, അവർക്ക് വേക്കൻസി കാര്യമായിട്ടില്ല. എയർഫോഴ്സ് നിന്ന് ഞങ്ങളുടെ കൂടെ നിന്ന് കുറച്ച് പേര് എമിറേറ്റ്സ് ഉണ്ട്, ഞാൻ അവരെയൊക്കെ വിളിച്ച് അങ്ങനെ അന്വേഷിച്ചപ്പോഴത്തേക്ക് അവർ പറയുന്നത് ഒരു 5-6 മാസമെങ്കിലും വെയിറ്റ് ചെയ്യണം, 6 മാസം കഴിഞ്ഞാലും ഗ്യാരണ്ടി ഒന്നുമില്ല, ആളെടുക്കുന്ന കാര്യത്തിൽ ഗ്യാരണ്ടി ഇല്ല. അങ്ങനെ ഓർക്കുക, ഞാൻ ഉദ്ദേശിച്ച സ്വപ്നത്തിലേക്ക് എനിക്ക് പോകാൻ പറ്റുമെന്ന് ബോധ്യം വരികയും സ്വപ്നം നമ്മളൊന്ന് മാറ്റി, എന്തെങ്കിലും കുറച്ചുകൂടെ നല്ല ജോലി കിട്ടിയാൽ പോകാമെന്ന് തീരുമാനം എടുത്തു. അങ്ങനെ ചോദിക്കുമ്പോൾ സേഫ്റ്റി ഓഫീസറായിട്ട് പോയാൽ പേയ്മെന്റ് നമുക്ക് ആവശ്യം തൊട്ടാണല്ലോ, പേയ്മെന്റ് കൂടുതൽ കിട്ടുമെന്ന് അറിയുകയും ഞാൻ അങ്ങനെ ഒരു 4-5 ദിവസം കൊണ്ടൊരു സേഫ്റ്റി കോഴ്സ് 2008 ഞാൻ ആ കോഴ്സിന് മുടക്ക് എനിക്ക് വന്നത് ഏകദേശം 25,000. അത് കോഴ്സ് ഫീയും പിന്നെ ഒരു 5,000 എന്റെ അക്കോമഡേഷനും മറ്റെല്ലാം കൂടെ 30,000 രൂപ അന്ന് ചെലവഴിച്ചാണ് ഞാനൊരു കോഴ്സ് ചെയ്തത്. ഓക്കെ, ആ കോഴ്സ് ചെയ്ത് അവര് എന്റെ പ്ലേസ്മെന്റ് ഒക്കെ തരുമെന്നെല്ലാം പറഞ്ഞ് വേണ്ടി വന്നാൽ അവരുടെ സഹായം കിട്ടുമെന്ന് പറഞ്ഞ് എനിക്ക് അവരുടെ സഹായം ഒന്നും വേണ്ടി വന്നില്ല. ഞാനൊരു ഇന്റർവ്യൂ കൊടുത്ത്
ഒരു ജോലിക്കായിട്ട് പോകുന്നു. ഞാൻ കൊടുക്കുന്നത് സേഫ്റ്റി ഓഫീസറായിട്ടാണെങ്കിലും അവരെന്നെ എടുക്കുന്നത് എന്റെ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് ഞാനൊരു അസറ്റ് മാനേജറായിട്ടാണ് ആ ജോലി തുടങ്ങുന്നത്. നല്ല ജോലി, കുഴപ്പമില്ല. ഇതിനിടയിൽ ആകെ ചെയ്തൊരു തെറ്റ് എന്ന് പറയുന്നത് 2006 എന്റെ അപ്ലൈൻ, നമുക്ക് ഏവർക്കും സുപരിചിതനാണ് സഫീർ CRN മൂർത്തി സാർ. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയപ്പോൾ അല്ലെ അദ്ദേഹത്തിന്റെ വൈഫ് അഖില മാം ഒരു ചായ ഉണ്ടാക്കുന്നു. അത് കുടിച്ചിട്ട് നമ്മള് എന്താ പറയാ, സാധാരണ ചായ കുടിച്ചു കഴിഞ്ഞാൽ മിണ്ടാതെ പോയാൽ കുഴപ്പമൊന്നുമില്ലെന്ന്, ചായ കൊള്ളാം എന്നൊരു തെറ്റ് എന്റെ ഭാഗത്ത് പറ്റിപ്പോയി. നല്ല ചായ ആണല്ലോ, ഇത് ഏതാ തേയില എന്ന് ചോദിച്ചു. അപ്പൊ അഖില മേഡം ഒരു മൂല വെച്ചിട്ടുണ്ടോ അവിടെ തേയില ഇരിപ്പുണ്ട്. അപ്പൊ ഞാനിത് ആർസ്യം ഞാൻ അതിന് മുന്നിൽ കേട്ടിട്ടുണ്ട്, എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ എയർഫോഴ്സിലുള്ള എന്റെ യൂണിറ്റുള്ള മറ്റേ കുറച്ച് പേര് ആർസ്യം സജീവമായിട്ട് നിൽപ്പുണ്ടായിരുന്നു. നമ്മുടെ റൂബി ഗോപകുമാർ സാറിന്റെ അപ്ലൈൻ 2 ലീഡേഴ്സ് എന്റെ അതേ യൂണിറ്റ് ഉണ്ടായിരുന്നു. അവരൊരു ദിവസം രാത്രി മൊത്തം എന്നോട് പറഞ്ഞു, ഞാനത് ഉൾക്കൊണ്ടില്ല. അതിന്റെ കാരണം അവർ പറയുമ്പോഴൊക്കെ ആൾക്കാരെ ചേർക്കുന്ന കാര്യം പറയുന്നുണ്ട്. ഞാനിപ്പോ രാജസ്ഥാനിൽ പോയി കുറെ ആൾക്കാരെ അങ്ങോട്ട് ജോയിൻ ചെയ്യിപ്പിക്കും, പിന്നെ ജോയിൻ ചെയ്യിക്കും. എനിക്കിത് കേൾക്കുന്നത് പേടിയാണ്. കാരണം ആൾക്കാരെ ചേർക്കുക എന്ന് കേട്ടുടനെ എന്റെ മനസ്സിൽ വരുന്നത്, നമ്മൾ കേട്ടിട്ടുണ്ടാവും മണി ചെയിൻ അല്ലെ, ഒരു മണി ചെയിൻ ആണോ എന്ന് തോന്നുന്നത് കൊണ്ട് തന്നെ ഞാനത് വേണ്ടെന്ന് വെച്ചു. അദ്ദേഹം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നൈറ്റ് ഡ്യൂട്ടി ചെയ്തതിനു ശേഷം പിറ്റേ രാവിലെ ഞാൻ അന്ന് ബാച്ചലർ അക്കോമഡേഷനിലായിരുന്നു. ആള് മെസ്സിൽ വന്ന് എന്നോട് ചോദിച്ചു, ഞാൻ ഇന്നലെ പറഞ്ഞു ഒരു 1500 തരാണെങ്കിൽ ഇതിലൊരു ജോയിനിങ് ആക്കാൻ നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് ആണ്, ഞാൻ ഇന്ന് ലീവിന് പോവാണ്, പോണ വഴിക്ക് എന്റെ അവിടെ കുറെ പേര് രാജസ്ഥാനിലൊക്കെ ഒത്തിരി ആൾക്കാർ എനിക്ക് ജോയിൻ ചെയ്യിപ്പിക്കാനുണ്ടെന്ന്. ഞാൻ പറഞ്ഞു സോറി സർ, എന്റെ വീട് പണി നടക്കൊണ്ടിരിക്കണം, എന്റെ കയ്യിലാണെങ്കിൽ 5 പൈസ ഇല്ല, റിയലി സോറി പറഞ്ഞു അദ്ദേഹത്തെ പറഞ്ഞു. പിന്നീടാണ് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നിന്ന് ഒരു ചായ കുടിക്കുന്നു. ചായ കുടിച്ച് ഞാൻ ട്രാപ്പിലായി എന്ന് തന്നെ പറയുന്നു. അപ്പൊ കുറച്ച് കഴിഞ്ഞ് മുറിസറെത്തി. ഞാൻ പറഞ്ഞു ആ ചായ കൊള്ളാം കേട്ടാ. ഏതായാലും ഈ വീക്കെൻഡില് ഞാൻ അവിടെ ബാംഗ്ലൂർ നിൽക്കുന്ന സമയത്ത് മിക്കവാറും 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഞാൻ നാട്ടിൽ വരുമായിരുന്നു. മാസത്തിൽ ഒരു ലീവ് മസ്റ്റാണ്. ഇടയ്ക്ക് സമയം കിട്ടുകയാണെങ്കിൽ അഡ്ജസ്റ്റ്മെന്റിലൊക്കെ നാട്ടിൽ വരും. നാട്ടിൽ വരാനായിട്ട് എന്നെ സഹായിക്കുന്ന വ്യക്തിത്വം മുറിസാറാണ്. എന്നെ റൂമിൽ നിന്ന് പിക്കപ്പ് ചെയ്ത് കൃഷ്ണരാജപുരം റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടണം. ഇതാണ് സാറിന്റെ ഡ്യൂട്ടി. അപ്പൊ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും സാർ അത് ആ ദൗത്യം ചെയ്യും. അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ അടുത്ത പ്രാവശ്യം നാട്ടിൽ പോകുമ്പോഴത്തേക്കും 1-2 പീസ് തേയിലൂടെ തന്നോളൂ. സാറിന് സന്തോഷമായി. ഓക്കെ, തേയിലയൊക്കെ വാങ്ങുമല്ലോ. ഞാൻ തേയില വാങ്ങി നാട്ടിൽ കൊണ്ടുവന്നു. അന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറച്ചുകൂടെ ഒക്കെ സെയിൽ ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ചായക്കടയിൽ മറ്റൊക്കെ ഞാൻ അന്ന് ചായ കൊടുക്കുമായിരുന്നു. അന്ന് എനിക്ക് മെമ്പർഷിപ്പ് ഒന്നും ഇല്ലാത്ത സമയത്ത്. അത് കഴിഞ്ഞു മൂർസാറ് പറഞ്ഞു ഇതിന് ജോയിൻ ചെയ്യണം. ഞാൻ പറഞ്ഞ് ചായപ്പൊടി കുടിക്കാനായിട്ട് നിങ്ങൾ തരുന്ന ചായപ്പൊടിക്ക് ഞാൻ മെമ്പർഷിപ്പ് എടുക്കണമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അനീതിയാണ്, ന്യായമല്ലാത്ത ഒരു കാര്യത്തിൽ ഞാൻ പോട്ട് നിൽക്കുന്ന കാര്യം കൃത്യമായിട്ട് മൂർസാറിന് അറിയാം. അപ്പൊ അതുകൊണ്ട് മൂർസാറ് ശ്രമിച്ചുവെങ്കിലും പരാജയം. പിന്നീട് പറ്റിയത് 2006, അതായത് ആ സമയത്താണ് ഇത് സംഭവിക്കുന്നത്. 2006 തന്നെ മൂർസാർ 2005 ചോദിച്ചു. 2006 ഏപ്രിൽ മാസത്തില് ഞാൻ വൈഫായിട്ട് ബാംഗ്ലൂർ ലാൻഡ് ചെയ്യുന്നു. വൈഫും കുട്ടികളെയും കൂട്ടി വരുന്നത് വെക്കേഷൻ സമയത്താണ്. ലാൻഡ് ചെയ്ത സമയത്ത് മൂർസാർ വളരെ വിദഗ്ധമായിട്ട് നമ്മളെ പറ്റിച്ചു. സൺഡേ എല്ലാവർക്കും ഹോളിഡേ ആണല്ലോ അല്ലെ. സാർ നിങ്ങൾ ഞാൻ മൂർസാർ വേറെ പറയുന്നില്ല. അവിടെ അഖിലമ്മയും ഞാനും എന്റെ മക്കളും കൂട്ടി ഒരു ഷോപ്പിങ്ങിന് പോകണമെന്ന് പറഞ്ഞ് അന്ന് നമ്മുടെ കയ്യിലുള്ളത് ആകെ ഈ സ്കൂട്ടി ടൈപ്പ് വണ്ടിയാണ്. ഇതില് നമ്മൾ മൂർസാറിന്റെ മകൻ ഹരിശങ്കർ നമ്മുടെ എന്നെ കൂടെ, അതായത് എന്നെ ആൾക്കാർ കളിയാക്കുമായിരുന്നു. കാരണം കുട്ടികൾ വലുതായിട്ട് പോയ ശേഷവും എന്റെ കയ്യിൽ കാർ ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്റെ വീട്ടുകാരും വൈഫിന്റെ ബന്ധുക്കളൊക്കെ ചോദിക്കും, നിങ്ങൾക്കൊരു പലക ബാക്കിൽ കെട്ടി വെക്കുകയാണെങ്കിൽ സൗകര്യമാണ്, കാരണം ഒരു മകനെ അപ്പുറത്തും മകളെ ഇപ്പുറത്തും വ്യക്തി വരാൻ അങ്ങനെ കളിയാക്കൽ പോലും കേട്ടിട്ടുണ്ട്. ഇതൊന്നൊരു പ്രശ്നമുള്ള കാര്യമല്ല. അപ്പൊ ഞങ്ങള് 4 പേര് ബൈക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോകാൻ പറ്റും, പ്രശ്നമൊന്നുമില്ല. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അതൊരു ഓർമ്മ മാത്രമേ. മകളൊക്കെ പറയും ചില ദിവസം, അവള് പറയും അച്ഛാ എന്നെ ഒത്തിരി ഫ്രണ്ട് ഇരുന്ന് വെച്ചാൽ ഞാൻ കുനിഞ്ഞ്, അതായത് പെട്രോൾ ടാങ്ക് ഉണ്ട് അതിന്റെ മുകളിലോട്ട് കുനിഞ്ഞ് കിടന്നോളാന്ന് പറഞ്ഞു പോലും മോള് ഫ്രണ്ട് കയറി ഇരുന്നു. ഓക്കെ, അത് അവന്റെ സീറ്റാണ് സാധാരണഗതിയിൽ. ഓക്കെ, ഏതായാലും അങ്ങനെ ഞങ്ങൾ എൻജോയ് ചെയ്ത് അവിടെ പോയി ബാനസവാടി എഴുതി കുഞ്ഞു ഷോപ്പിൽ കൊണ്ട് കയറ്റി. 2006 ഏപ്രിൽ മാസം 6-ാം തീയതി എന്റെ ജോയിനിങ് ഡേ ആണ്. ഇദ്ദേഹം വൈഫിനോട് പറഞ്ഞ ഇത് ഞാൻ ചോദിച്ചു ഇതെന്ത് ഷോപ്പിംഗ് സെന്ററാ? അല്ല, ഇത് അന്നാണ് സത്യത്തിൽ ഞാൻ ആദ്യം ഷോപ്പ് കാണുന്നത്, അല്ലെങ്കിൽ ഞാൻ തേയില വാങ്ങിയിട്ടുള്ള പരിചയം മാത്രമല്ലേ എനിക്കുള്ളത്. ഞാൻ പറഞ്ഞു ഇതെന്തിനാ ഇവിടെയൊക്കെ കൊണ്ടുവന്നത്? അപ്പൊ
ഇവിടെ ടീച്ചർ ആയതുകൊണ്ട് തന്നെ രണ്ടുമൂന്ന് കോട്ടൺ സാരിയിൽ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുക. ആർസിമിൽ അന്ന് നല്ല സൂപ്പർ കോട്ടൺ സാരികൾ ഉണ്ടായിരുന്നു, അതും തീരെ വിലക്കുറവിലുമായിരുന്നു. ഇത് ഇവിടെ കണ്ടപ്പോഴത്തേക്ക് നാട്ടിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും വിലക്കുറവ് സാരി കൊണ്ടല്ലോ എന്ന് ബോധ്യം വന്നപ്പോൾ ഇവിടെ ഒരു 3-4 സാരി എടുത്തു. അപ്പൊ പറഞ്ഞ ഒരു ബെഡ്ഷീറ്റ് എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ 2200 രൂപ കണ്ട് തികയും, അപ്പം നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞ് എന്റെ കയ്യിൽ 2200-300 തരാനില്ല. കാരണം എനിക്ക് ശരിക്കും പറഞ്ഞാൽ അന്ന് സിമെന്റിന്റെ വില ഒരു പാക്കറ്റിന് 230 രൂപയാണ്. ഒരു 10 പാക്കറ്റ്, കാരണം എന്റെ വീടിന്റെ പണി നടക്കുവാണ്, 10 പാക്കറ്റ് സിമെന്റ് വാങ്ങാൻ പറ്റും ഈ ജോയിനിങ്ങിന്റെ പൈസ ഉണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഞാൻ പറഞ്ഞു വലിയ പ്രശ്നമാണ് മാഷെ, ഒരു രക്ഷയില്ല, ഞാൻ ജോയിൻ ചെയ്യില്ല, പൈസയുടെ പ്രശ്നമാണെങ്കിൽ ഞാൻ കൊടുക്കും എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുകയും, അപ്പൊ ഏറ്റവും ഉത്തമ സുഹൃത്തായതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നമ്മൾ ചതിക്കാൻ പാടില്ല. അങ്ങനെ ഞാൻ ശരി നമ്മൾ പറയില്ലേ, ഒരു നിവൃത്തിയില്ല, ഗതികെട്ടം എന്ന് പറഞ്ഞ രീതിയിൽ ഞാൻ അന്ന് ജോയിൻ എടുത്തതാണ് 2006 ഏപ്രിൽ 6. അതിനുശേഷം ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്യോ, എന്നോട് പലരെയും പറഞ്ഞു അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ മുർത്തർ പറഞ്ഞെങ്കിലും തീർച്ചയായിട്ടും ഞാൻ ഇതിനൊന്നും കൂട്ടാക്കിയില്ല. കാരണം ആൾറെഡി ഞാൻ പെട്ടുപോയി, ഇനി മറ്റൊരാളിനെ പെടിയിക്കാൻ ഞാൻ തയ്യാറാണ്. എന്നാൽ നമുക്ക് കോമൺ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് മുർത്തറിനുണ്ട്. കാരണം ഞങ്ങൾ വർഷങ്ങളോളം ഒരുമിച്ചായതുകൊണ്ടും നമ്മൾ ജഗ്വാർ എന്ന ഫ്ലീറ്റിൽ നമ്മൾ കുറെ ആൾക്കാർ ഒരുമിച്ചുള്ളത് കൊണ്ടും നല്ലൊരു ഫ്രണ്ട്ഷിപ്പിന്റെ ബലം, ഐ മീൻ കോമൺ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ മുർത്തർ പറയും ഇന്ന ആളിനെ ചേർക്കണം, ഷാജുനെ ചേർക്കണം, ഇവരെയൊക്കെ ചേർക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വന്നു, ഞാൻ പറഞ്ഞോളാം, എനിക്ക് സപ്പോർട്ട് കുറവൊന്നുമില്ല, ഏതായാലും ഞാൻ പെട്ടു, അവർ കൂടെ നമുക്ക് പെടുത്താമല്ലോ എന്ന ചിന്തയിലായിരിക്കും ഒരു പക്ഷേ അല്ലെ, അവരെ കൂടെ കുറച്ച് 3-4 പേരുടെ എയർഫോഴ്സ് എന്നൊക്കെ ജോയിൻ ചെയ്തു. പക്ഷെ ഈ ജോയിൻ ചെയ്ത ഒരാൾ പോലും, അങ്ങനെ പറഞ്ഞുകൂടാ, ജോയിൻ ചെയ്തതിൽ മാക്സിമം ആൾക്കാരും ഇന്ന് RCM സിസ്റ്റത്തിലില്ല. രാജൻ സാറിന്റെ, അതായത് ഡോക്ടർ രാജൻ സാറിന്റെ മുകളിൽ എയർഫോഴ്സിലുള്ള 1-2 സുഹൃത്തുക്കൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർക്ക് ഇതിന്റെ സാധ്യത മനസ്സിലായിട്ട് ഒരിക്കലും ഞാൻ അവരെ കുറ്റം പറയും. ഇത് എന്റെയോ അല്ല അവരുടെ മിസ്റ്റേക്ക് അല്ല, ഒരിക്കലും അവരുടെ മിസ്റ്റേക്ക് അല്ല. അതാണ് നമ്മുടെ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയൊരു ഗ്യാപ്പ് എന്ന് പറയുന്നത്. RCM എന്ന ഈ സിസ്റ്റം മനസ്സിലാക്കുക വലിയ പ്രയാസമാണ്. നമ്മുടെ കൂടെയുള്ള ആൾക്കാരോടോ നമ്മളെ ബന്ധുക്കളോടോ നിങ്ങൾ RCM എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അത്ര ഈസി ജോബേ അല്ല. ഇപ്പൊ വന്ന ഒരു പുതിയ പ്രോഡക്റ്റ്, ഇത് പൊട്ടിച്ചിട്ട് ഇന്നാണ്, ഇന്ന് ഞങ്ങൾ ഉപയോഗിക്കാനായിട്ട് പൊട്ടിച്ചതാണ്. ഓക്കെ, ഇതിനകത്ത് 2 സാധനം കാണുന്നുണ്ടല്ലോ അല്ലെ. ഇനി അടുത്തത് പുതിയത്. എന്താ ഇതിന്റെ പ്രത്യേകത? നമുക്കൊന്ന് നോക്കിയിട്ട് തിരിച്ചു വരാം. സ്ക്രീനിലെത്തിയോ? ഹൽവ. അതിന്റെ തൊട്ട് താഴെ എഴുതിയിരിക്കുന്ന ഒരു വിഷയം നിങ്ങൾക്ക് കാണാൻ സാധിക്കും, എക്സ്ക്ലൂസീവ് ഫോർ കേരള. 500 ഗ്രാമിൽ ഏകദേശം 50 ഗ്രാം പ്രോട്ടീനാണ്. ഓർക്കുക, അതിനകത്ത് എത്രയാണ്? 19 ഗ്രാം ഡയറ്ററി ഫൈബറാണ്. ഇനി നമുക്ക് സ്വീറ്റ് യഥേഷ്ടം കഴിക്കാം. എങ്ങനെ? നല്ല ടേസ്റ്റോട് കൂടി. കാണുന്നുണ്ടല്ലോ, 100 ഗ്രാമിൽ 9.23, ആൾമോസ്റ്റ് 10% പ്രോട്ടീൻ അടങ്ങിയ നമുക്ക് ഹൽവ കഴിക്കാം. അതിന്റെ പ്രത്യേകത എന്താ? അതിന്റെ ഇൻഗ്രീഡിയൻസ് നമുക്ക് യാതൊരു ദോഷവുമില്ലാത്ത ഇൻഗ്രീഡിയൻസ് ബേസിക്കലി അതിനകത്ത് ഉപയോഗിച്ചേക്കുന്ന കുക്കിംഗ് ഓയിൽ സഹിതം നമ്മുടെ ഹെൽത്ത് ഗാർഡ് ഓയിലാണ്. ഉറപ്പായിട്ട് നമുക്കത് ആ കേരളക്കാർക്ക് തന്നിരിക്കുന്നു, നമുക്ക് കിട്ടി. ഏറ്റവും വലിയ പ്രത്യേകത വേറൊന്നുമല്ല, നമ്മുടെ ഇവിടുത്തെ ഡിപ്പോയിൽ ഇത് എത്തിയിട്ടില്ല. നെക്സ്റ്റ് ലോഡിൽ ഈ ഡിപ്പോയിൽ എത്തും. ചെങ്ങന്നൂർ ആൾറെഡി എത്തിക്കഴിഞ്ഞു, മറ്റു ഡിപ്പോകളിൽ ഏകദേശം എത്തി. ഇനി ഇവിടെയാണ് നമുക്ക് കിട്ടാനുള്ളത്. ഒരു 2-3 ഈ വീക്കെൻഡോട് കൂടി ട്രിവാൻഡ്രം ഡിപ്പോയിൽ, അതായത് കൊല്ലം ഡിപ്പോയിൽ എത്തും. ഒരു കാര്യം ശ്രദ്ധിക്കുക, 12 മാസം ഒരു പ്രിസർവേഷനും ഇല്ലാതെ ഒരു സാധനം സൂക്ഷിച്ചു വെക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ സാധാരണ ഒരാൾക്ക് എന്താ പറയാ വിശ്വസിക്കാൻ പ്രയാസം വരും. എന്നാൽ ഇത് പൊട്ടിക്കാതെ നമുക്ക് 12 മന്ത്സ് സൂക്ഷിക്കാം. ഇനി ബൈ ചാൻസ് നിങ്ങൾ പൊട്ടിച്ച് കുഴപ്പമില്ല, നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതിൽ വലിയ വിരോധമല്ല, 2-3 മാസം നിങ്ങൾക്ക് സൂക്ഷിക്കാം. ഞാൻ റേറ്റ് തരാൻ പോവുകയാണ്, പേടിക്കേണ്ട. ഇത് ടേസ്റ്റ് ചെയ്യാൻ അടിപൊളി സൂപ്പർ ടേസ്റ്റ് ആണ്, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ടേസ്റ്റ് ചെയ്താൽ ഗ്രൂപ്പിലൊക്കെ മെസ്സേജ് വന്നു, റേറ്റ് കാണിച്ചു തരും. റൈറ്റ്, ഭയങ്കര ടേസ്റ്റി ആണ്. ശരിക്കും പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം, അതായത് നമ്മൾ ജൂലൈ മാസത്തിൽ ഇവിടെ ഞങ്ങളടുത്ത് നഗരൂരിൽ നമ്മുടെ ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്ററിൽ വെച്ച് വലിയ പ്രോഗ്രാം നടന്നു. അന്ന് ഗുഡ്ഡോഡ് കമ്പനിയിൽ നിന്ന് അവരുടെ ഒരു കൗണ്ടർ കൂടി ഉള്ളത് കൊണ്ട് അവർ കൊണ്ടുവന്ന് എല്ലാവർക്കും ഈ ഹൽവ ഫ്രീ ആയിട്ട് ടേസ്റ്റ് ചെയ്യാനും കൊടുക്കും.
ഒത്തിരി ആൾക്കാർ അത് ടേസ്റ്റ് ചെയ്തു അല്ലെ. ഇനി ടേസ്റ്റ് ചെയ്യാൻ കിട്ടാത്ത ആൾക്കാർ ഒരു സംശയം വേണ്ട, നിങ്ങളെ നിയറസ്റ്റ് ഷോപ്പിലേക്ക് പോവുക, ഇത് വാങ്ങുക. കാരണം നമ്മളെ എല്ലാ ഒക്കേഷനും ഉപയോഗിക്കാൻ പറ്റിയതാണ്. ഇതിന് യാതൊരു ദോഷവും ഇല്ല, പ്രിസർവേഷൻ ഒന്നും ചേർന്നിട്ടില്ല. വെറുതെ ടിന്നങ്ങ് ഓപ്പൺ ചെയ്യുക, ഒരല്പം തവണ ഉപയോഗിച്ചിട്ട് ഒന്ന് ചൂടാക്കിയാൽ, ഇനി ഇതൊന്നും ഇല്ലെങ്കിലും പ്രശ്നമില്ലെങ്കിലും ഒരല്പം എണ്ണ ഒഴിച്ച് ചൂടാക്കുമ്പോൾ ഇതിന് നല്ലൊരു ടേസ്റ്റ് ആവുന്നുണ്ട്. വെറും ഈ പറഞ്ഞില്ലേ 2 മിനിറ്റ് സമയം മാത്രം മതി, ഒന്ന് ഇളക്കി നമുക്ക് ചൂടോടെ സെർവ് ചെയ്യാം. നമുക്ക് വരുന്ന ഇവിടെ MRP-യുടെ ആവശ്യം നമുക്കില്ലല്ലോ. MRP 275 രൂപയാണ്. ഇതിൽ കാണിച്ചിട്ടുണ്ട്, SP-യും PV-യും കാണിച്ചിട്ടുണ്ട്. SP 220. നമ്മളെ സംബന്ധിച്ച് SP-യെക്കാളും എനിക്കിഷ്ടം PV-യോട്. 132 PV ഉണ്ട്. ശരിയല്ലേ? തീർച്ചയായിട്ടും ഹൽവ നമ്മളെ ബിസിനസ്സിൽ നല്ല മാജിക് കാണിക്കാനുള്ള സാധ്യതയുണ്ട്. മാജിക് കാണിക്കുക എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ഈ പ്രോഡക്റ്റിന്റെ പ്രത്യേകത എന്താ? ഏറ്റവും ഹെൽത്തി ആയ ഒരു പ്രോഡക്റ്റ് നമുക്ക് കൊടുത്ത് മാജിക് കാണിക്കാൻ പറ്റും. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, RCM-നെ മനസ്സിലാക്കുക നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. ഇത് ഈ പൊട്ടത്തരമൊക്കെ എനിക്ക് പണ്ട് മനസ്സിലായിരുന്നു. ശരിക്ക് RCM നല്ലതായിരുന്നു, ഞാനെന്ന വ്യക്തി പൊട്ടനായതുകൊണ്ടാണ് മനസ്സിലാവാതെ പോകുന്നത്. കാരണം നമ്മൾ വിചാരിക്കും നമുക്കാണ് ബുദ്ധിയെന്ന് അല്ലെ. സാധാരണഗതിയിൽ അങ്ങനെയാണ് മനുഷ്യർ അല്ലെ. നമുക്ക് റീസണിങ് പവർ ഉണ്ട്, നമ്മൾ ചിന്തിക്കുന്നു, നമ്മുടെ ലോജിക്ക് അപ്ലൈ ചെയ്ത് നോക്കുന്നു. അപ്പൊ നമ്മൾ വിചാരിക്കും, ഓ യെസ്, ഇത് നമ്മൾ തന്നെയാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്ന് വിചാരിക്കും. എന്നാൽ തിരിച്ച് ചിന്തിച്ചു നോക്കിക്കോളൂ, ശരിക്ക് RCM പോലെ മറ്റൊരു കമ്പനിയോ അല്ലെങ്കിൽ RCM-നെ വെല്ലുന്ന അല്ലെങ്കിൽ RCM-നെ സമാനമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു പ്രസ്ഥാനം ആലോചിച്ചു. നമ്മൾ എപ്പോഴും ഏത് പ്രസ്ഥാനത്തെ കുറിച്ചും അല്ലെങ്കിൽ എന്തും തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടേതായ അല്ലെങ്കിൽ അതിന്റെ ശരിയും തെറ്റും എന്താണെന്ന് മനസ്സിലാക്കുകയാണ് നമ്മൾ മുന്നോട്ട്. ഏതൊരു കാര്യം കേൾക്കുമ്പോഴും നമ്മുടെ യുക്തി അഥവാ ലോജിക് നമ്മൾ അപ്ലൈ ചെയ്യണം. ഇത് ശരിയാണോ അല്ലെ? ഒരു പ്രസ്ഥാനം നമുക്ക് വരുന്നു, നമുക്കെന്താ പറയാ, ഇല്ലാത്ത വരുമാനം നമുക്ക് തരാൻ ഓഫർ ചെയ്യുന്നു. നിങ്ങൾ നമ്മളെ കൂടെ 6 മാസത്തിൽ നിങ്ങളെ വരുമാനം 2 ലക്ഷം വീതം, നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, നിങ്ങളെ ആദ്യത്തെ ഇൻവെസ്റ്റ്മെന്റ് ഇത്ര മതി. എങ്ങനെയാണ് അവർ പൈസ തരുന്നതെന്ന് തീർച്ചയായിട്ടും നമ്മൾ ബോധ്യപ്പെടണം, അല്ലെങ്കിൽ അവർ നമ്മളെ ബോധ്യപ്പെടുത്തണം. അങ്ങനെ ബോധ്യപ്പെടുത്തുമ്പോൾ ശരിയായ രീതിയിലുള്ള വരുമാനമാണ് തരുന്നതെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. നമ്മൾ ഇപ്പോഴറിയാം, പല പല പ്രസ്ഥാനങ്ങളും, ഇഷ്ടംപോലെ പ്രസ്ഥാനങ്ങള് ഊണുപോലെ മുളച്ചതെല്ലാം ഇപ്പതാ എല്ലാം വെള്ളം കൊണ്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പൊ നല്ല ചൂടാണ്, ചൂട് സമയത്ത് കുറെ എണ്ണം കൂടി കരിഞ്ഞു പോകും. അങ്ങനെ കരിയുന്നതിന്റെ ഓരോ നിങ്ങളത് ജസ്റ്റ് അനലൈസ് ചെയ്താൽ എന്നത്തെ ഒരു ദിവസം, ശരിക്കും പറഞ്ഞാൽ RCM ഉള്ളൊരു വ്യക്തിയാണ്, അദ്ദേഹത്തിന്റെ മിസ്റ്റേക്ക് അല്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, സാർ എനിക്ക് ഒരു അപ്പോയിന്റ്മെന്റ് വേണം, എന്നാണ് സാർ പറ്റിയ. ഞാൻ പറഞ്ഞു, അയ്യോ നാളെ മറ്റന്നാളൊക്കെ ഞാൻ തിരക്കിലാണല്ലോ, സാറ് ഫ്രീ ഉള്ള ദിവസം പറയൂ. ഞാൻ പറഞ്ഞു, ഇനി വരുന്ന നെക്സ്റ്റ്, അതായത് ഒരു 4-5 ദിവസം കഴിഞ്ഞ ഒരു ഡേറ്റ് ഞാൻ കൊടുത്തിട്ട് പറഞ്ഞു, 8:30 മണി കഴിഞ്ഞ് ഞാൻ ഫ്രീ, അല്ല ഒരു 9 മണി എത്തിക്കോളൂ, 9 മണി സമയമാകുമ്പോൾ ഞാൻ ഫ്രീ ആവുമെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി ഈ പറഞ്ഞ രീതിയിൽ വെൽ മെയിൻറ്റൈൻഡ്, പുള്ളി കറക്റ്റ് ടൈം 8:55 വീട്ടിൽ സ്റ്റെപ്പും ചെയ്തു. ഒപ്പം വേറൊരാളോടൊക്കെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ധരിച്ചത് എന്താണ്, അദ്ദേഹത്തിന് RCM-നെ കുറിച്ച് കേൾക്കാൻ വിളിച്ചുകൊണ്ട് വന്നതാണ് 1-to-1 മീറ്റിങ്ങിന്. അപ്പൊ ഞാൻ ആളിനോട് ചോദിച്ചിട്ട് ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞില്ല, എനിക്ക് സാറിന് പേഴ്സണലി ഒന്ന് കാണണം, ഇതാണ് എന്റെ ആവശ്യം. അപ്പൊ അവരോട് നോ പറയേണ്ട കാര്യമല്ലോ. അപ്പൊ അദ്ദേഹം വന്നപ്പോഴേ എനിക്ക് തോന്നി വേറെ എന്തെങ്കിലും. ഞാൻ മുഖവരായിട്ട് ഞാൻ പറഞ്ഞു, എന്നോട് വേറെ എന്തെങ്കിലും കൺസെപ്റ്റ് പറയാനാണെങ്കിൽ ഐ ആം സോറി, ഞാൻ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇന്ന് വരെ ചെയ്തിട്ടുമില്ല. ഞാൻ ആകെ സ്വീകരിച്ചത് RCM. അതിന്റെ കാരണം ഞാൻ പറഞ്ഞു കൊടുത്ത്, RCM എന്ന പ്രസ്ഥാനം എനിക്ക്, അതായത് ആദ്യം എനിക്ക് എന്റെ ഫാമിലിക്ക്, അതായത് വൈഫിനുണ്ടായിരുന്ന കൊളസ്ട്രോൾ മാറാൻ RCM-ന്റെ ഉൽപ്പന്നം സഹായകമായി. എനിക്ക് RCM-നുള്ള ഉത്തമ വിശ്വാസം ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ RCM-ൽ നിൽക്കുന്നത്. ഇനി മറ്റ് കമ്പനിയുടെ വേറെ ഏതെങ്കിലും പ്രോഡക്റ്റ് ഒരുപക്ഷെ വേണ്ടി വന്നാൽ യൂസ് ചെയ്യുന്നതിൽ വിരോധമൊന്നുമില്ല. പക്ഷെ ഒരു കാരണവശാലും മറ്റൊരു കൺസെപ്റ്റിൽ എന്നോട് ജോയിൻ ചെയ്യാനോ അങ്ങനെയുള്ള ഒരു പ്രവൃത്തിക്ക് എന്റെ അടുത്ത് പറയരുത് എന്ന് ആമുഖമായിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ വൈഫിനോട് പറഞ്ഞ് 2 ചായ. അങ്ങനെ ഞങ്ങൾ വീട്ടിലിരുന്ന് സംസാരിച്ചു. അപ്പൊ അവർ പറഞ്ഞ്, സാർ ഇത് വേറെ ഒന്നുമല്ല സാർ, ഒരു വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമാണ്, സാറിന് വലിയ ബെനിഫിറ്റ് കിട്ടുന്ന ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞു, അതെങ്ങനെ ബെനിഫിറ്റ് നിങ്ങൾക്ക് സാധാരണ തരാൻ പറ്റാത്തൊരു ബെനിഫിറ്റ് നിങ്ങൾ എങ്ങനെ തരാൻ സാധിക്കുന്നത്? സാർ ഇത് ഞങ്ങളതൊന്നുമില്ല, ഓതറൈസ്ഡ് ആണ്, RBIയുടെ ഗൈഡ് ലൈൻസ് കുറെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഭാഗ്യത്തിന് ഞാൻ പറഞ്ഞു, മകളുടെ കല്യാണം തിരക്കുള്ളത് കൊണ്ട്
ഇപ്പൊ എന്റെ കയ്യിൽ ഇൻവെസ്റ്റ്മെന്റിനുള്ള പൈസ ഇല്ല. മാത്രമല്ല ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഞാൻ എന്ന വ്യക്തിയുടെ ഓപ്ഷനാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഞാൻ ഗൾഫിൽ നിന്നപ്പോൾ പഠിച്ചൊരു കാര്യം, അവിടെ ഞാൻ എന്റെ അറിവിൽ വന്നൊരു കാര്യമാണ്. അവിടെ ഗൾഫില് അറബികള്, അതായത് അറബ് ബാങ്കുകളിൽ ഇൻട്രസ്റ്റ് കൊടുക്കാറില്ല. അവര് നമ്മുടെ ഡെപ്പോസിറ്റിന് ഇൻട്രസ്റ്റ് തരത്തില്ല. സേവിങ്സ് ബാങ്കിൽ നിങ്ങൾ പൈസ ഇട്ടാലും നിങ്ങൾ 500 ദീർഘം 500 റിയാൽ ഇട്ടാൽ നിങ്ങൾക്ക് അത് 500 അവിടെ കിടക്കും. 501 ആവത്തില്ല, 450 ആവത്തില്ല. അവിടെ കട്ടിങ് ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞു എന്റെ ഓപ്ഷനാണ്. അത് പിന്നീട് പിൽക്കാലത്ത് ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കും, അതർവൈസ് ഒന്നും. അപ്പൊ ആള് മറ്റൊരു നമ്പര്, സാർ ഞാൻ ആർജം സജീവമായിട്ട് ചെയ്യാൻ തീരുമാനമായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന് പേര് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, മിസ്റ്റർ എക്സ്, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഞാൻ ഒരു കാരണവശാലും നിങ്ങൾ ആരോടും ആർജം ചെയ്യാൻ നിർബന്ധിച്ചിട്ടില്ല. സാറിന്റെ ജോയിനിങ്ങിനോ എന്തെങ്കിലും ഞാൻ പറഞ്ഞിരുന്നു ഇല്ല. പിന്നെ സാറ് ജോയിൻ ചെയ്ത് സാറ് ആർജം ചെയ്യുന്നത് സാറിന് ഉത്തമ ബോധ്യം ഉണ്ടാവണം. യെസ്, സാറിന് തോന്നണം ആർജം നല്ലതാണ്, ആർജം ആരോഗ്യം തരും, ഈ പ്രസ്ഥാനം നല്ലതാണെന്ന് ഉത്തമ ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ സാർ കൂടെ നിൽക്കാവൂ. ഇനി സാറിന് പ്രോഡക്റ്റ് മാത്രം മതിയെങ്കിൽ സാറിന് പർച്ചേസ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. ഇനി അതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും ആർജമിൽ നേടണം എന്ന് സാറിന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താ പറയാ, അതിനുള്ള അവസരമുണ്ട്. ഇത് രണ്ടും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു സാർ ഇനി ആർജം ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും നിർബന്ധിച്ചു പറഞ്ഞില്ല. സാറിന്റെ ഇഷ്ടം പോലെ. സാറ് ആർജം ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇതില് എന്താ പറയാ ഇൻവെസ്റ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇതിലൊരു മെമ്പർ ആവണമെന്നോ പറയുന്നത് തികച്ചും തെറ്റാണ്. എന്നെ സംബന്ധിച്ച് സാറ് ചോദിക്കും, ഒരു പാലത്തിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ ആർജം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു പ്രസ്ഥാനത്തിൽ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഞാൻ ചെയ്യത്തില്ല. അത് എന്റെ പോളിസിയാണ് സാർ, പ്ലീസ്. ഇത്രയും പറഞ്ഞു. കൂടെ വന്ന ആള് പറഞ്ഞു യെസ്, അദ്ദേഹം റൈറ്റാണ്, പറ്റത്തില്ല. കൂടെ വന്ന ആളെന്തത് ആർസിമിനെ കുറിച്ച് 1-2 സംശയങ്ങൾ ചോദിച്ചു. അത് ഞാൻ പറഞ്ഞു കൊടുത്തു. തീർച്ചയായിട്ടും അദ്ദേഹം പോയി. വരും സമയം എന്നെ കാണാൻ വന്ന ആള് ഒരുപക്ഷെ ആർസിമിൽ റോയൽറ്റിയോ മറ്റോ സ്ഥിതി എത്തിയതിനു ശേഷം ഞാൻ അദ്ദേഹത്തിന്റെ പേര് വിവരങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരിക്കലും ഒരു കാര്യം നേടാനായിട്ട് ഒരു കള്ളം പറഞ്ഞ് ആർസിമിൽ മുന്നോട്ട് പോകേണ്ട കാര്യമില്ല. ഒരു കള്ളം പറഞ്ഞാൽ, അല്ലെ, പണ്ട് പലരും അച്ഛനമ്മമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മൾ പിന്നെ അതിനെ കവറപ്പ് ചെയ്യാനായിട്ട് കുറേ അധികം കള്ളങ്ങൾ പറഞ്ഞാൽ മാത്രമേ ഈ കള്ളത്തിനെ കവറപ്പ് ചെയ്യാൻ പറ്റൂ. ഇതാണ് നമ്മുടെ പ്രശ്നം. നമ്മുടെ ഗസ്റ്റ് ഇതുവരെ എത്തിയിട്ടില്ലല്ലോ. ഗസ്റ്റ് എത്തുമ്പോൾ ഞാൻ ഞാൻ പറയില്ല, എന്തുവരെ ഇന്ന് ഇത് പ്രത്യേകിച്ചൊന്നുമല്ല, കഥ പറയുന്ന ഒരു ദിവസമാണ്. നിങ്ങൾക്ക് ആർക്കാണ് എപ്പോഴാണ് ഇവിടെ നിന്ന് ഇറങ്ങി പോകണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ദയവ് ചെയ്ത് പൊയ്ക്കോളണം. കാരണം ഇന്ന് ഒരു പ്രോഗ്രാമായിട്ട് കിട്ടാത്തതുകൊണ്ട് മുർസാർ എന്നോട് പറഞ്ഞത് പോസ്റ്റ് ചെയ്യണമെന്നാ പറഞ്ഞു. ഗസ്റ്റ് ആരാന്ന് വെച്ചാൽ പറഞ്ഞു ഗസ്റ്റ് ഒരു 11:30 ഒക്കെ കഴിയുമ്പോൾ ജോയിൻ ചെയ്യും. അപ്പോഴ് ഗസ്റ്റ് ആരാണെന്ന് എനിക്ക് ഇൻഫർമേഷൻ കിട്ടും. എത്ര ഈ ഒരു വിവരത്തിന്റെ പേരിലാണ് ഞാൻ ഇരിക്കുന്നത്. റൈറ്റ്. അങ്ങനെ ഞാൻ പറഞ്ഞത് ഇൻ ബിറ്റ്വീൻ എന്റെ കഥ വീണ്ടും തുടരുവാണ്. ഒരുപക്ഷെ പുതുതായിട്ട് ജോയിൻ ചെയ്ത ആൾക്കാർക്ക് 150 റേഞ്ച് സമയത്താണ് നമ്മൾ കഥയുടെ പകുതി. ഇനി ബാക്കി കഥയിലേക്ക് പോകുക. അപ്പൊ ആർസ്യം ഉൾക്കൊള്ളാൻ ഞാൻ ശ്രമിച്ചില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഗൾഫിൽ പോയി അവിടെ ജോലി നോക്കി. 2 വർഷം ജോലി നോക്കുന്നതിനിടയിൽ മുർസാർ നിരന്തരം വിളിക്കും. അതായത് സാറിന് ഞാനാണ് വിളിക്കുക. സത്യം പറഞ്ഞിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. കാരണം എന്റെ നാട്ടിലുള്ള ബെസ്റ്റ് സുഹൃത്തുക്കളിൽ ഒരാളാണ്. അതായത് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള സുഹൃത്ത് മുർസാറാണ്. രണ്ടാമത്തത് ഒരു അദ്ദേഹത്തിന്റെ പേര് വിജയകുമാർ എന്നാണ്. ആർസിഎമ്മിന് മെമ്പർഷിപ്പ് ഒക്കെ ഉണ്ട്. അദ്ദേഹത്തിന് എയർപോർട്ടിൽ ജോലി ഉണ്ടായിരുന്നു. പലപ്പോഴും നമുക്കുള്ള ജോലിയാണ് ആർസിഎം ചെയ്യാൻ തടസ്സം ഉണ്ടാകുന്നത്. പലപ്പോഴും നമുക്കുള്ള ചെറിയ ചെറിയ വരുമാനമാണ് ഇത് ഉൾക്കൊള്ളാൻ നമുക്കുണ്ടാവുന്ന തടസ്സം. അതിന്റെ കാരണം ഞാനാണ് കേട്ടോ. ഞാൻ വേറെ ആരെയും കുറ്റപ്പെടുത്തുമല്ല. കാരണം എന്താ, എയർഫോഴ്സിൽ നിന്ന സമയത്ത് എനിക്ക് ചെറിയൊരു വരുമാനമുണ്ട്. അതിന് കഞ്ഞി കുടിക്കാം, ബിരിയാണി കഴിക്കാൻ പറ്റത്തില്ല. അത്യാവശ്യം കഞ്ഞി കുടിച്ച് ജീവിക്കാം, അല്ലെ? നമുക്കൊരു ജോലി എന്താ തരുന്നത്? ജോലി ഒരിക്കലും നിങ്ങളെ പട്ടിണി കിടത്തില്ല. എന്നാൽ വലിയ വലിയ ഡ്രീംസ്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഡ്രീംസ്, വലിയ വലിയ ലക്ഷ്യങ്ങൾ നമുക്കുണ്ടെങ്കിൽ ആ ലക്ഷ്യപ്രാപ്തിക്ക് ഒരിക്കലും ജോലി നിങ്ങളെ അനുവദിക്കത്തില്ല. അവിടെയും ഞാൻ എന്റെ ഉദാഹരണം മാത്രമേ, വേറെ ആരെയും ഞാൻ കോട്ടിയില്ല. എയർപോർട്ട് ജോലിയുള്ള സമയത്ത് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നത്, എന്റെ വൈഫ് എപ്പോഴും എന്നെ കളിയാക്കും, എന്റെ കയ്യിൽ ഞാൻ മിക്കവാറും എടുക്കുന്നത് സെക്കൻഡ് ഹാൻഡ് വണ്ടികളായിരുന്നു. വേറൊന്നും കൊണ്ടല്ല, വേറൊന്നുമില്ല. ആദ്യം ഞാനൊരു വണ്ടി എടുത്തത് LML വെസ്പയാണ്. അത് എന്റെ സുഹൃത്തിനെ സഹായിക്കാൻ അദ്ദേഹം എടുത്ത വണ്ടിയുടെ ലോൺ ബാധ്യത പുള്ളിക്ക് വന്നപ്പോൾ ആള് പറഞ്ഞു എന്നോട് അതൊന്ന് എടുക്കാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് എടുക്കുന്ന വണ്ടി LML വെസ്പയാണ്.
അത് കോട്ടയത്ത് നിന്ന് ഞാനും കോട്ടയത്ത് ശരിക്കും പറയണമെങ്കിൽ അത് കല്ലറ, കോട്ടയം കല്ലറയിൽ നിന്ന് ഞാനും മൂർസാനും കൂടെ ഈ വണ്ടി ഓടിച്ചു വരുവാണ്. ഭയങ്കര രസമുണ്ട്. അന്ന് ഹെൽമെറ്റ് ഒന്നും മറത്തല്ലോ. വരുന്ന വഴിയിൽ നല്ല മഴയാ. ഏകദേശം 170 കിലോമീറ്റർ, സോറി എത്രയാണ്, അതെ 120 കിലോമീറ്ററോളം ദൂരമുണ്ട് അവിടെ നിന്ന് ഞങ്ങളെ വീട് വരാനുണ്ട്. അന്ന് ഭ്രാന്തെന്നാണ് പറയേണ്ടത് അല്ലെ. 92-3 ആണ്. ഹെൽമെറ്റ് പോലും ഇല്ല. ഞാനും കുറച്ചു നേരം ഇങ്ങനെ തലയിൽ കൈ വെച്ച് നമ്മൾ വണ്ടി ഓടിച്ച് നമ്മുടെ വീട്ടിൽ വന്ന് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര വിറയില്ല. ആ വിറയിൽ ചേച്ചി അമ്മയൊക്കെ നമ്മളെ കുറെ ശകാരിച്ചു. അതായിരുന്നു എന്റെ ഫസ്റ്റ് വണ്ടി. പിന്നീട് ഞാൻ കുറച്ചു നാൾ ഒരു ആക്റ്റീവ് ഉണ്ട് എന്റെ കയ്യിൽ. ശരിക്കും പറഞ്ഞാൽ കുറെ നാള് ഞാൻ ഉപയോഗിച്ചിരുന്നത്, അതായത് കല്യാണം കഴിഞ്ഞ് പിന്നെ ഒരു യമഹ എടുത്ത് അതിനുശേഷം മൂർസ എടുത്തൊരു പുതിയ വണ്ടിയുണ്ട്, മാക്സ് 100. പലർക്കറിയാം, സുസുക്കിയുടെ മാക്സ് 100. മൂർസാർ ലോൺ ഇട്ട് വണ്ടി എടുത്തു. സാറിന് ആ സമയത്ത് തന്നെ ഒരു സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടർ ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ മാരേജ് കഴിഞ്ഞത് കൊണ്ട് മൂർസാർ എനിക്കൊരു സൗകര്യം ചെയ്തു തന്നു. സൗജന്യം മാരേജ് കഴിഞ്ഞ് കുറച്ചുകൾ കഴിഞ്ഞു, അതായത് മോളുമായിട്ട് ഞാൻ ആദ്യമായിട്ട് ചെല്ലുവാണ്. അപ്പൊ എന്റെ യമഹ നാട്ടിലാണ്. അപ്പൊ മൂർസാർ പറഞ്ഞു ഈ മാക്സ് 100 പിന്നെ ഉപയോഗിച്ചോളൂ. അപ്പൊ ഞാൻ മാക്സ് 100 ഞാൻ ഉപയോഗിക്കുന്നത് ഓർക്ക് പുതിയ വണ്ടിയാണ്. അപ്പൊ എയർബോസിൽ കുറെ സുഹൃത്തുക്കളുണ്ട്, എല്ലാവർക്കും ഇതിനെ കുറിച്ച് അറിയത്തില്ല. ആൾക്കാരെല്ലാം മാക്സ് 100 കണ്ടാൽ എന്റെ വണ്ടി. കുറെ നാളിന് ശേഷം, അതായത് ഒരു വർഷത്തിന് ശേഷമാണ് മൂർസാർ മാരേജ് കഴിക്കുന്നത്. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് വണ്ടി കൊടുക്കേണ്ട ഒരു കടമ എനിക്കുണ്ടല്ലോ. അപ്പൊ ഞാനൊരു എന്താ പറയാ ഹീറോ കൈനറ്റിക് കൊണ്ട ഒരു വണ്ടി സെക്കൻഡ് ഹാൻഡ് എടുത്തിട്ട് ഈ വണ്ടി തിരിച്ചു കൊടുത്തു. ആൾക്കാരെല്ലാം മൂർസാറിനെ വഴക്ക് പറയാൻ തുടങ്ങി. എന്റെ വണ്ടി, അതായത് ബിനുവിന്റെ വണ്ടി എടുത്ത് നീ എന്തിനാ ഉപയോഗിക്കുന്നത്, നിനക്കൊരു വണ്ടി വാങ്ങിക്കൂടെ എന്നൊരു ചോദ്യം മൂർസാറിനോട്. അതായത് സ്വന്തം വണ്ടി കിട്ടിയിട്ട് പോലും ആൾക്കാർ സംഭവിച്ചില്ല. ഞാൻ പറഞ്ഞു വന്നത്, അത്രയ്ക്ക് നല്ല സുഹൃത്തുക്കളായതുകൊണ്ട് തന്നെ ആ ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആർസിബിൽ ജോയിൻ ചെയ്തത്. ആ ഒരു ബന്ധം അത്രയും നിലനിർന്നുകൊണ്ടാണ് അദ്ദേഹം പറയുന്നതൊന്നും ഞാൻ കേൾക്കത്തില്ല. അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ തിരിച്ച്, നമ്മൾ പറയില്ലേ, തട്ടിന് മുട്ട് പറഞ്ഞ് ഞാൻ മാറിപ്പോകുമായിരുന്നു. ഇതാണ് നമ്മുടെയും പ്രശ്നം. നമ്മളെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും നമ്മളല്ല ആദ്യം പറയേണ്ടത്. പിന്നെ ആര് പറയണം? മറ്റു ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കണം. അവർക്ക് പരിചയമില്ലാത്ത ആൾക്കാരെ കൊണ്ട് പറയിപ്പിച്ചാൽ അവർ കാര്യങ്ങൾ ശ്രദ്ധിക്കും. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർ ആശയം പഠിക്കുകയുള്ളൂ. അത് ആരെ കൊണ്ട് പറയിപ്പിക്കുമെന്ന് വെച്ചാൽ അതിന് നല്ല അവസരം ഇപ്പൊ വരുന്നുണ്ട്. എപ്പോഴാണത്? അടുത്ത മാസം അല്ല, ഏപ്രിൽ 28 നമ്മളൊരു വലിയ പ്രോഗ്രാമിന് നേതൃത്വം കൊടുക്കുകയാണ്. ഏപ്രിൽ 28 വീണ്ടും ഇതാ രാജഗിരിയിൽ നമ്മൾ ഒന്നുകൂടി ഒത്തുകൂടാൻ പോകും. അവിടെ ഒരു കണ്ടീഷനുണ്ട്. 5000 പർച്ചേസ് വോളിയം ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ അവിടെ പ്രവേശനമുള്ളൂ. അതായത് ഡയമണ്ട് ക്ലബ് മെമ്പേഴ്സിന് മാത്രം. എന്തിനാണ് ഡയമണ്ട് ക്ലബ്ബ്? എന്തുകൊണ്ടാണ് ഡയമണ്ട് ക്ലബ്ബ് എന്നൊരു ക്രൈറ്റീരിയ വെച്ചിരിക്കുന്നത്? വേറെ ഒന്നിനുമല്ല. ഡയമണ്ട് ക്ലബ്ബ് എന്ന് വെച്ചേക്കുന്നത്, നമ്മളെ ലക്ഷ്യം ആർസിബിൽ വരുന്ന ഒരാളിനെ സംബന്ധിച്ച് കാര്യമായിട്ട് എന്തെങ്കിലും വരുമാനം നേടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഡയമണ്ട് ക്ലബ്ബിലാണ്. ഡയമണ്ട് ക്ലബ്ബ് ആയാൽ മാത്രമേ എന്തെത്തുള്ളൂ, ആള് ഡയമണ്ട് ആവുള്ളൂ. ഞാൻ ഇന്നൊരാളിനോട് പ്ലാൻ പറയുവാണെങ്കിലും എന്റെ ലക്ഷ്യം ആളിനെ ഡയമണ്ട് ആക്കുക എന്നതാണ്. അപ്പൊ എന്ത് സംഭവിക്കും? ഡയമണ്ട് ക്ലബ്ബ് നമ്മൾ പ്രൊമോട്ട് ചെയ്ത് ആളിനോട് ഡയമണ്ട് ക്ലബ്ബ് ചെയ്യാൻ പറഞ്ഞാൽ, അപ്പൊ ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി ഒരു വലിയ പ്രോഗ്രാം നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നു. വീണ്ടും രാജഗിരിയിൽ നമുക്ക് ഒന്നിച്ച് കാണാം. അവിടെ വരുമ്പോൾ അവിടെ ഏകദേശം 2500-2600 പേർക്ക് ഇരിക്കാൻ സാധിക്കുള്ളൂ. ആദ്യം ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ടിക്കറ്റ് കിട്ടുള്ളൂ എന്നൊരു മെസ്സേജാണ് നിങ്ങൾക്ക് അധികം താമസിക്കാതെ കിട്ടും. ഇന്നോ നാളെയോ ആയിട്ട് ആ മെസ്സേജ് നമ്മളുടെ അടുത്തേക്ക് വരും. എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ടീമിൽ ആർക്കൊക്കെയാണോ, നിങ്ങൾ ആരെയൊക്കെയാണോ വിജയിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അവരെ കൊണ്ട് ഈ മാസവും അടുത്ത മാസവും 5000 PV എന്നൊരു കണ്ടീഷനിലേക്ക് വരികയും അവർക്ക് ആർസിബിന്റെ കുറച്ച് ബെനിഫിറ്റ് വാങ്ങി കൊടുക്കുകയും അവരെ ആർസിബിലൂടെ ഒരു നല്ല വിജയിയാക്കി മാറ്റുകയും നമ്മൾ വിചാരിച്ചാൽ ചെയ്യാൻ സാധിക്കും. ആർസിബി നമ്മൾ കാണുന്നതിലുപരി ഏറ്റവും വലിയ മെച്ചം എന്ന് പറയുന്നത്, ഓക്കെ. അപ്പൊ എന്റെ ഒരു കഥ വീണ്ടും അങ്ങോട്ട് വരുവാണ്. ഞാൻ 2009 ഗൾഫിലേക്ക് പോയി. 2 വർഷം, 2009 ജനുവരി 30 അവിടെ എത്തിയ ഞാൻ. അപ്പൊ ഒരു ഫെബ്രുവരി 1 കണക്കാകും. 2011 ഫെബ്രുവരി 6 വരെ മാത്രമേ ഞാൻ അവിടെ നിന്നുള്ളൂ. 2011 6 ഞാൻ ഗൾഫിൽ നിന്ന് എന്റെ ജോലി റിസൈൻ ചെയ്ത് നാട്ടിൽ വരാനുണ്ടായ സാഹചര്യം പറഞ്ഞാൽ, എന്താ പറയാ, വൈഫിനുണ്ടായിരുന്ന കൊളസ്ട്രോൾ കുറഞ്ഞു,
എനിക്ക് ആർസിഎമ്മിലൂടെ വരുമാനം കിട്ടുമെന്ന് എനിക്ക് ഉറപ്പ് വന്നു. ഈ 2 കണ്ടീഷനും ഫുൾഫിൽ ആയപ്പോൾ ഞാൻ ബോർസാറിന് കൊടുത്ത വാക്ക് പാലിക്കുകയും ഞാൻ നാട്ടിലേക്ക് എന്റെ ജോലി കിട്ടിയത് വരികയും ചെയ്തു. അവിടെ അങ്ങനെ വന്നപ്പോൾ എനിക്കും ഉണ്ടായിരുന്ന ഒരു ഡ്രീം, ഒരു സ്വപ്നം. എന്റെ സ്വപ്നം എന്ന് പറയുന്നത് ഒരു പേൾ അച്ചീവർ, ഒരു ടെക്നിക്കൽ അച്ചീവർ ആവുക എന്നതായിരുന്നു. സ്വപ്നങ്ങൾ നമ്മൾ കാണണം, ചെറിയ സ്വപ്നങ്ങളല്ല നമ്മൾ കാണേണ്ടത്. ഞാൻ എന്തുകൊണ്ടാണ് ചെറിയ സ്വപ്നം കണ്ടത് എന്ന് ചോദിച്ചാൽ, ഇതിനു മുമ്പ് ഞാൻ കണ്ട വലിയ പല പല സ്വപ്നങ്ങളും എനിക്ക് നേടാൻ പറ്റില്ല, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് ബോധ്യം എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, യെസ്, ഇനി ചെറിയ സ്വപ്നമാകുമ്പോഴത്തേക്കും വലിയ കുഴപ്പമില്ല, നേടാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ച് 50,000 രൂപയെങ്കിലും വാങ്ങുന്ന ഒരാളായി മാറണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. നാട്ടിൽ വന്നു. 2011 ഞാൻ നാട്ടിലെത്തുന്നത്. 2015 ഏകദേശം ഒരു 3.5-4 വർഷം പിന്നിട്ടപ്പോൾ ഞാൻ ഉദ്ദേശിച്ച അല്ലെങ്കിൽ എന്റെ സ്വപ്നം ആയ പേൾ അച്ചീവറിലേക്ക് എനിക്ക് എത്താൻ സാധിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പണി നിർത്താമെന്നാണ് വിചാരിച്ചു വന്നത്. പക്ഷേ പിന്നീടാണ് എനിക്ക് ആർസിഎം പതുക്കെ പതുക്കെ മനസ്സിലായി തുടങ്ങി. ആദ്യം ആർസിഎം ആരോഗ്യം തരുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പിന്നീടാണ് ശരിക്കും എനിക്ക് മനസ്സിലാകുന്നത് ആർസിഎം തരുന്നത് ആരോഗ്യം മാത്രമല്ല, ആർസിഎം എനിക്ക് വേണ്ട വരുമാനം തരുമെന്ന് മനസ്സിലായി. കുറച്ചുകൂടി മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ മറ്റൊരു കാര്യമുണ്ട്. അതായത് ഞാൻ പിന്നീട് സ്റ്റാർ പേളായി, പിന്നെ എമറാൾഡായി. എമറാൾഡ് ആവുന്ന സമയത്ത് എനിക്ക് ഏകദേശം 1,00,000, ആദ്യം എനിക്ക് തോന്നുന്നു 1,12,000 എനിക്ക് എമറാൾഡായി ഫസ്റ്റ് കിട്ടുന്ന വരുമാനം. 1,38,000 വരെ വരുമാനം ഞാൻ എമറാൾഡ് എന്ന ലെവലിൽ നിന്നപ്പോൾ വാങ്ങിയിട്ടുണ്ട്. ഈ എമറാൾഡ് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ബോർസാറിനോട് രഹസ്യമായിട്ടൊരു കാര്യം പറഞ്ഞു, എനിക്ക് മതി, എനിക്ക് ഈ വരുമാനം മതി, ഇതിന്റെ മേളിലേക്ക് പോകണമെന്ന് ആഗ്രഹമില്ല. അത് നിങ്ങൾക്ക് സംശയമുള്ളവർക്ക് ബോർസാറിനോട് നേരിട്ട് ചോദിക്കാം, സാറിപ്പോ ഉടനെ ജോയിൻ ചെയ്യും. ഓക്കെ. അപ്പൊ ബോർസാർ തിരിച്ചും ചോദ്യത്തിനോട് ചോദിച്ചു. അതാണ് സത്യം പറഞ്ഞാൽ അവിടെയാണ് എനിക്കൊരു പുതിയ അറിവ് ലഭിക്കുന്നത്. ഓക്കെ, ബിനു ഇപ്പൊ എമറാൾഡായി അല്ലെ? ഞാൻ പറഞ്ഞ അതെ, എമറാൾഡായി. ബിനു എത്ര പേര് ആർസിഎം ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്? ഞാൻ പറഞ്ഞ് അല്ല, ബിനുവിനെ വിശ്വസിച്ച് എത്ര പേര് കൂടെ നിൽക്കുന്നുണ്ട്? അവരെ എമറാൾഡ് ആക്കണ്ടേ? അപ്പോഴാണ് സത്യം പറഞ്ഞാൽ ആർസിഎം എന്താണെന്നും, അതായത് അതിന്റെ പറയില്ലേ സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3, അതായത് സ്റ്റേജ് 3 ഞാൻ മനസ്സിലാക്കുന്നു. ഇതിനിടയിൽ മനസ്സിലാക്കിയ മറ്റൊരു വലിയ സത്യമുണ്ട്. സത്യം ഉണ്ടെന്ന് പറയാൻ കാരണം, ആർസിഎമ്മിൽ വരുന്നതിന് മുമ്പ് ഞാൻ കഴിച്ചിരുന്ന അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന ആഹാരം എന്ന് പറയുന്നത്, നിങ്ങളൊന്നും വിചാരിക്കരുത് കേട്ടോ, പൊറോട്ടയും ചിക്കനും അല്ലെങ്കിൽ പൊറോട്ടയും ബീഫും ആയിരുന്നു. കുറച്ചാറ് നോൺ വെജ് ഒന്നും കഴിക്കരുത്. ഞാൻ എയർഫോഴ്സിൽ വന്ന് നിന്ന് നാട്ടിൽ നിൽക്കുന്ന സമയത്ത് മിൽമയില് കോൺട്രാക്ട് ബേസിൽ ഞാൻ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ മറ്റൊരു കമ്പനി എന്റെ സുഹൃത്തിന്റെ സുരേഷ് എന്ന് പറഞ്ഞ ആളുടെ കമ്പനിയുടെ ഞാൻ പർച്ചേസ് മാനേജറായിട്ട്, ആ പ്രൊക്യൂർമെന്റ് മാനേജറായിട്ട് കൂടെ വർക്ക് ചെയ്തിരുന്നു. അപ്പൊ ഹിന്ദിക്കാർ ജോലിക്കാരായതുകൊണ്ട് അദ്ദേഹം ബാംഗ്ലൂർ, അദ്ദേഹത്തിന് വരാൻ പറ്റാത്തതുകൊണ്ട് മാസത്തിൽ ഒരു 5-6 പ്രാവശ്യം ഒന്ന് എറണാകുളത്ത് പോയി തിരിച്ചു വരാം. ഒരു 10-20,000 രൂപ, 20-25,000 രൂപ എനിക്ക് മാസം അങ്ങനെയും കിട്ടുമായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ചെറിയ വരുമാനത്തിൽ നിന്ന് ഇത് ഒരു അഡീഷണൽ കിട്ടുന്ന ആൾറെഡി ഞാനൊരു ജോലിക്ക് പോകുന്നുണ്ട്, ഒരു അഡീഷണൽ വരുമാനമാണ്. അപ്പൊ മിക്കവാറും എറണാകുളത്ത് പോകുന്ന ദിവസങ്ങളിലൊക്കെ എന്റെ മകനോട് ഞാൻ ചോദിക്കും, നിനക്ക് ഇന്ന് എന്തൊക്കെയാണ് വേണ്ട, ആ കോമ്പിനേഷൻ അവന് തീരുമാനിക്കാം. ആ പറയുന്ന കോമ്പിനേഷൻ ഞാൻ പാക്കേജ് മേടിച്ചുകൊണ്ട് വരുന്നൊരു രീതി ഉണ്ടായിരുന്നു. സത്യത്തിൽ ആർസിഎമ്മിൽ വന്നതിന് ശേഷമാണ് എനിക്ക് കിട്ടിയ ആദ്യത്തെ തിരിച്ചറിവ് എന്താണ്, നമ്മൾ കഴിച്ചിരുന്ന പല ആഹാരവും അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പല ആഹാരവും മോശമാണെന്ന തിരിച്ചറിവ് തന്നു ആർസിഎം എന്ന പ്രസ്ഥാനം. പിന്നെ ഓർക്കുക അല്ലെ, നമ്മളെ വീട്ടിലും അല്ലെങ്കിൽ പണ്ട് ഞാൻ കൃഷി ചെയ്യുന്ന സമയത്തൊക്കെ പലപ്പോഴും രാസവള പ്രയോഗം നമ്മുടെയൊക്കെ വീട്ടിൽ കണ്ട് പ്രയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഞാൻ പിന്നീട് മനസ്സിലാക്കി, ശരിക്കും പറയണമെങ്കിൽ നമ്മൾ എല്ലാവരും, ഞാൻ ആർസിഎമ്മിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ആർസിഎമ്മിലുള്ള ഈ സെഗ്മെന്റായ ഹരിത സഞ്ജീവനിയും. ബാക്കി എന്തൊക്കെയായാലും ശരി, ഇപ്പൊ ഞാൻ ഇന്ന് ഉപയോഗിക്കുന്ന ന്യൂട്രിഷാർജ് ഉൽപ്പന്നങ്ങൾ എന്നെ ആരോഗ്യത്തിൽ നിന്നും, എന്റെ ആരോഗ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റ് ആൾക്കാര് രോഗം വന്ന് ഒരു ചികിത്സ തേടി പോകുമ്പോൾ നമ്മളെ രോഗം വരാതിരിക്കാനുള്ള പ്രിവെന്റീവ് മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യും. ശരിക്കും ഇത് ആൾക്കാരോട് പറയുമ്പോൾ സിമ്പിളായിട്ട് ഞാനത് പറയാം. നമ്മളെ വീട്ടില് ഏതായാലും മഞ്ഞൾപ്പൊടി ആർസിഎമ്മിൻ്റെതായിരിക്കും അല്ലെ? വെള്ളം തിളപ്പിക്കുമ്പോൾ
അതിനകത്ത് അല്പം മഞ്ഞൾപ്പൊടി ഇടുക. ഓക്കെ, ലേശം കുരുമുളക് ഇടുക. അത് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ ഒരു S5 ടാബ്ലറ്റ് അതേപോലെ അതിനകത്ത് ഇടുക. S5 ടാബ്ലറ്റ്. ഓക്കെ, ക്യാപ്സൂളാണ്. അത് എപ്പോഴാണോ പൊട്ടുന്നത് ആ സമയത്ത് അത് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടച്ചു വയ്ക്കുക. പിന്നെ വെള്ളം ബോയിൽ ചെയ്യണ്ട. ആ വെള്ളം തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ഒരു കപ്പില് നിങ്ങൾ ഗ്രീൻ ടീയുടെ ഒരു പോച്ച്, ഗ്രീൻ ടീയുടെ ഒരു പാക്കറ്റ് പൊട്ടിച്ചിട്ട് ആ വെള്ളം അതിലേക്ക് പകരുക. ഓക്കെ, പിന്നെ എന്ത് ചെയ്യണം, അതിനകത്ത് 5 തുള്ളി, കുടിക്കാവുന്ന ചൂടാകുമ്പോൾ 5 ഡ്രോപ്പ് പഞ്ചതുളസി ഒഴിച്ച് കുടിച്ചു നോക്കിയോളൂ. ഇത് ദിവസം 2 നേരം കുടിച്ചാൽ ഇതറിയുക. ഞാൻ പലപ്പോഴും പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ തീരെ വയ്യാത്ത അവസ്ഥ നമ്മൾ വന്നു കഴിഞ്ഞാൽ രാത്രി വീട്ടിൽ വന്നിട്ട് ഈ ഒരു കഷായം, വൈഫിനോട് വേറെ എന്തൊക്കെ ചെയ്ത്, ഞാൻ ബേസിക്കലി ഇത്ര മാത്രം ചെയ്തു, ഉള്ളി ഒന്നൊക്കെ ചേർക്കാറുണ്ട്. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ ഉറപ്പായിട്ട് ഈ പറഞ്ഞ മഞ്ഞൾപ്പൊടിയും കുരുമുളകും ലേശം മതി. ഓക്കെ, നമുക്ക് വളരെ പെട്ടെന്ന് നമ്മളെ പനിയിൽ നിന്ന് നമുക്ക് റിലീഫ് കിട്ടും. പനി അല്ലെങ്കിൽ സാധാരണ നമുക്ക് പനി വന്നാൽ ന്യൂട്രിചാർജ് കിഡ്സും നമ്മുടെ സഞ്ജീവനി പ്രാശവലയും മാത്രം നിങ്ങൾ ഉപയോഗിച്ചാലും വളരെ പെട്ടെന്ന് നമ്മളെ പനി മാറ്റിത്തരാൻ സഹായിക്കും. സൂപ്പർ പ്രോഡക്റ്റ് ആണ് സഞ്ജീവനി ചവനപ്രാശം. ഇപ്പൊ സതീഷ് സാർ കാണിച്ചത് സൂപ്പർ പ്രോഡക്റ്റ്. ഇനി അതിനെ കുറിച്ച് മറ്റു കാര്യം പറയുവാണെങ്കിൽ, ഈ പ്രോഡക്റ്റ് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കും. മാർക്കറ്റിൽ കിട്ടുന്നത് ഔഷധി എന്ന് പറയുന്നത് കേരളത്തിന്റെ എന്താ പറയാ സംവിധാനമാണ്, സർക്കാർ സംവിധാനമുള്ള ഔഷധിയിൽ പോലും ഈ ചവനപ്രാശത്തിന് ഇന്ന് 260 270 രൂപ വിലയുള്ളപ്പോൾ നമ്മുടെ ചവനപ്രാശം അതിനേക്കാളും വില കുറച്ച് നമുക്ക് കിട്ടുന്നു, നല്ല ക്വാളിറ്റിയിൽ. ശരിക്കും ആലോചിച്ച് നോക്കൂ, സർക്കാർ സംവിധാനം പോലും ഫെയിൽ ആവുന്നത് RCMന്റെ സംവിധാനം അതിനേക്കാൾ ന്യായമായ വിലയ്ക്ക് നമുക്ക് ഈ പ്രൊഡക്റ്റ് നാട്ടുകാരിൽ, അതായത് കസ്റ്റമേഴ്സിൽ എത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും വലിയൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞു വന്നതിലേക്ക് തിരിച്ചു പോവാണ്. ഹരിത സഞ്ജീവനി എന്ന് പറഞ്ഞൊരു സെക്ഷൻ നമുക്കുണ്ട്. നമുക്കൊരു ഹരിത സഞ്ജീവനി ഒരു സെഗ്മെന്റ് നമുക്കുണ്ട്, സൂപ്പർ സെഗ്മെന്റ്. കാരണം നമ്മളെ കാലശേഷവും എന്താ പറയാ, മണ്ണിന് നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മളെ കാലശേഷമെങ്കിലും നമുക്ക് ഒരു നല്ല മണ്ണ് കിട്ടുകയും നമ്മളെ സംബന്ധിച്ച് ആ മണ്ണിൽ എല്ലാ പോഷക തത്വങ്ങളും ഉണ്ടെങ്കിൽ അവിടെ നല്ല കൃഷി സാധ്യമാവുകയും കിട്ടുന്നത് നല്ല വിളവ് സാധ്യമാകാനും RCM എന്ന കമ്പനിക്ക് സാധിക്കും. അതിൽ നമ്മൾ കൂടി ഒരു പാർട്ടാണ്, ഓർക്കുക അല്ലെ. അതിൽ നമുക്കും ചെറിയൊരു സ്ഥാനം കിട്ടുന്നത്, നമുക്കതിന് നമുക്കൊരു പങ്കാളിത്തം കിട്ടുന്നത് ഒരു വലിയ കാര്യം തന്നെ. തീർച്ചയായിട്ടും ഇന്നത്തെ പ്രോഗ്രാം അവസാനിക്കുന്ന മുമ്പ് RCMനെ സംബന്ധിച്ച് ഇവിടെ നമ്മുടെ കേരളത്തിന്റെ RCMന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ഒന്നാണ്, ഒറ്റ ടീമാണ്. അതാണ് RCMന്റെ ഏറ്റവും വലിയൊരു മഹിമ എന്ന് പറയുന്നത്. അങ്ങനെ ആകണം നമ്മള്. എനിക്ക് വളരെ അത്ഭുതം തോന്നിയൊരു കാര്യമുണ്ട്. റൈസിംഗ് കോർഡിനേറ്റർ എന്ന പദവിയിലേക്ക് ഉയർന്ന് കമ്പനി ചെല്ലുമ്പോൾ നമ്മളെ കൊണ്ടൊരു പ്രതിജ്ഞ എടുപ്പിച്ചു. ഇതൊക്കെ RCMന്റെ മാത്രം നന്മയാണ്. നമ്മൾ എത്ര പറഞ്ഞാലും തീരാത്ത രീതിയിലുള്ള ഒരു നന്മ. കാരണം എനിക്ക് വേണ്ട എന്ന് തോന്നിയാലും, ഞാൻ പറയുന്ന വേറൊന്നുമല്ല, ഇതിൽ ഇപ്പൊ ഏകദേശം 165 മെമ്പേഴ്സ് ആണ് ഇപ്പൊ നമ്മൾ പ്രസന്റ്. ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞത് ഇന്നത്തെ സംബന്ധിച്ച് ഒരു കമ്പൽസറി നമുക്കൊരു മീനിങ് അല്ല, ഞാൻ കുറച്ച് കഥ പറയുന്നത് മാത്രമേ. ഓക്കെ, ഞാൻ പറയാൻ വന്നത് ഇത്രയേ ഉണ്ട്. എനിക്കിന്ന് RCM വേണ്ട. കാരണം എന്താ, എനിക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള വരുമാനമുണ്ട്, ഈ രീതിയിലൊക്കെ ഞാൻ അങ്ങ് ജീവിച്ചു പോകാം എന്ന് പറയുന്ന എന്റെ കൂടെ ജോലി ചെയ്തതും പഠിച്ചതുമായ കുറെ സുഹൃത്തുക്കളുണ്ട്. അവരോട് ഞാൻ പറയാൻ ശ്രമിക്കുന്ന കാര്യം സത്യത്തിൽ അവർക്കത് മനസ്സിലാവുന്നത്. എന്താ പറയാൻ ശ്രമിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് വേണ്ടെങ്കിലും RCM ആവശ്യക്കാർ, അതായത് വരുമാനത്തോട് അത്യാവശ്യം ജീവിക്കാൻ വേണ്ട വരുമാനത്തോടുകൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്. അവരെ ഒന്ന് രക്ഷപ്പെടുത്താൻ സത്യത്തിൽ നമ്മൾ മനസ്സ് വെച്ചാൽ സാധിക്കും എന്നുള്ളതാണ് അല്ലെ. ഞാനെന്ന വ്യക്തി മനസ്സ് വെച്ചാൽ തീർച്ചയായിട്ടും ഒത്തിരി പേര്, നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കിയോളൂ, നിങ്ങളെ ചുറ്റും ആവശ്യക്കാർ ഉണ്ടോ ഇല്ലയോ. ഒരുപക്ഷെ നമ്മൾ ആവശ്യക്കാരായിരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പ്രയത്നിക്കാനും ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ വണ്ടി മുന്നോട്ട് പോയില്ലെന്നും വരും. അവിടെ തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് എന്റെ സൈക്കിൾ ഞാൻ ഓടിച്ചിട്ട് ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താവുന്നത്, അവിടെ പല ഫാക്ടേഴ്സും ഉണ്ടാവും. നമ്മളൊരു മരം നടുകയാണ് അല്ലെ, ഒരു ചെടി നടുകയാണെങ്കിൽ അവിടെ എന്ത് വേണം, സൂര്യപ്രകാശം വേണം, ഇല്ലെങ്കിൽ ആ ചെടിക്ക് യഥാർത്ഥ വളർച്ച ഉണ്ടാവത്തില്ല. വെള്ളം ആവശ്യമാണ്. അതേപോലെ ആ ചെടിക്ക് വേണ്ട പോഷക തത്വങ്ങൾ ലഭിക്കണം. അത് എവിടെ നിന്ന് കിട്ടും? മണ്ണിൽ നിന്ന് കിട്ടേണ്ടതാണ്. നിങ്ങൾ വെച്ച അതേ ചെടി നമ്മളൊരു ബക്കറ്റില് കടൽ തീരത്ത് പോയി കുറച്ച് മണല് വാരിക്കൊണ്ട് നിങ്ങൾ ചെടി വെച്ച് നോക്കിയേ,
നിങ്ങൾ വെയിൽ കൊടുക്കുന്നുണ്ട്, വെള്ളം കൊടുക്കുന്നുണ്ട്, ആ ചെടി വളരുമോ? ഇല്ല. സാധിക്കാതെ പോകുന്നു. അപ്പോൾ അവിടെ എന്താണ്, ഇത് മൂന്നും നമുക്ക് ഒരുമിച്ച് ചേർന്നാൽ മാത്രമാണ് നമ്മുടെ വൃക്ഷം വളരും. അതേപോലെ നമ്മുടെ സിസ്റ്റത്തിലും നമ്മൾ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അല്ലെ? അത് ഒരുപക്ഷെ ഒരിക്കലും ഇന്ന് ഞാൻ റൂബി എന്ന ലെവലിലാണ്, ഞാൻ പറഞ്ഞല്ലോ, പേളാവണമെന്ന് വിചാരിച്ചു വന്നു, അവിടെ നിന്നില്ല, സ്റ്റാർ പേളായി, എംറാൾഡായി, സ്റ്റാർ എംറാൾഡായി, റൂബിയായി. ഇനി ഇവിടെ റൂബിയിൽ നിൽക്കുമോ? ഞാൻ മുന്നോട്ട് പോകേണ്ട, ഇവിടെ സ്റ്റോപ്പ് വെച്ചാൽ ശരി, ഒരിക്കലും എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഇതൊക്കെ മേളിലേക്ക് പോകും. അതിന്റെ കാരണം എന്റെ ടീമിൽ ഇഷ്ടം പോലെ മെമ്പേഴ്സ് ഉണ്ട് റൂബി ആവാൻ തയ്യാറാവുന്നവര്, അല്ലെ? അവരെ റൂബി ആവാനായിട്ട് ഞാൻ തടസ്സപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? അവരെ റൂബി ആക്കുക എന്നൊരു പ്രധാന ലക്ഷ്യം കൊണ്ടാണ് ഞാൻ പോകുന്നത്. RCMൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വരുമാനമല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത്, നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്ത ആൾക്കാർക്ക് വരുമാനം വാങ്ങിക്കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ സിസ്റ്റത്തിൽ മുന്നോട്ട് പോകാം. ഓട്ടോമാറ്റിക്കലി നമ്മളെ വരുമാനം, TCGയുടെ മെസ്സേജുകൾ നിങ്ങൾ കേൾക്കുവാണെങ്കിൽ നമുക്ക് കേൾക്കാൻ കിട്ടുന്ന ഒരു കാര്യം എന്താണ്, ഒരിക്കലും നമ്മൾ പണത്തിന് വേണ്ടിയല്ല RCMലൂടെ വർക്ക് ചെയ്യേണ്ടത്, പണം ഇതിൽ തരുന്നത് RCMന്റെ ഒരു ശീലമാണെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുള്ള അവസരം കൂടി തരണമല്ലോ. RCMൽ വന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യമായിട്ട് അനുഭവം കിട്ടിയെങ്കിൽ അങ്ങനെയുള്ളൊരു കൈ ഉയർത്തിയാൽ തീർച്ചയായിട്ടും അവർക്കൂടെ അവസരമുണ്ട്. അപ്പൊ എനിക്ക് അനുഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ഞാൻ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലായിരുന്നു. ഔഷധിയുടെ കാര്യം പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ചവനപ്രാശത്തിന്റെ കാര്യം. കാരണം ഔഷധിയുടെ മരുന്നുകളാണ് ഡിസ്പെൻസറിയിൽ വന്നിരുന്നത്, ഗവൺമെന്റ് ഡിസ്പെൻസറി അല്ലേ. അപ്പൊ ആ മരുന്നുകളാണ് നമുക്ക് കിട്ടിയിരുന്നത്. അപ്പൊ അതൊന്ന് പക്ഷെ എനിക്ക് എന്റെ തൈറോയിഡ് ഫുള്ള് മാറിയത് നമ്മുടെ RCM വന്നതുകൊണ്ടൊന്ന് നോട്രി ചാർജ് കഴിച്ചത് കൊണ്ടാണ്. അന്ന് ഗാമ ഉണ്ടായിരുന്നില്ല, വുമനും വെജൊമേഗയും നമ്മുടെ ഉപ്പും പൊടിയും ഓയിലും, ഇതാണ് ഞാൻ സ്ഥിരം. നമുക്കന്ന് അറിയില്ല ശരിക്കും, എനിക്ക് RCMനെ പറ്റിയിട്ട് ഒന്നും അറിയില്ല. എന്റെ അമ്മായി കൊണ്ടുപോയിട്ടൊന്ന് പരിചയപ്പെടുത്തിയപ്പോ എനിക്കതൊരു താല്പര്യം തോന്നി, അതുകൊണ്ട് ഞാൻ വാങ്ങിയിരുന്നതാണ്. പക്ഷെ എന്റെ ആ ഒരു വിശ്വാസത്തിന്റെ മേലെ ഞാൻ കഴിച്ചു തുടങ്ങി. എനിക്ക് ആരും പറഞ്ഞു തരാനൊന്നും ഉണ്ടായിരുന്നില്ല അന്ന്. ഞാൻ കഴിച്ചു തുടങ്ങി, പക്ഷെ എന്റെ തൈറോയിഡ് മാറി. ഞാൻ ഇപ്പൊ തീരെ ഇപ്പോഴെന്നല്ല, ഒരു 4-4.5 കൊല്ലമായിട്ട് മരുന്നൊന്നുമില്ല. പിന്നെ തൈറോയിഡിനെ സംബന്ധിച്ച ഒരു പ്രശ്നമില്ല. പിന്നെ എന്റെ മോൾക്ക് ഇതുപോലെ ഓപ്പറേഷൻ വേണം എന്ന് പറഞ്ഞാൽ അവൾക്ക് പുറത്തേക്ക് വന്നു കഴുത്തില്. അതിപ്പോ അടുത്ത് അങ്ങനെ ഞാൻ ഗാമാർസനോട് പ്രതി നമുക്ക് നല്ലൊരു എന്താ പറയാ അമൃത് കിട്ടിയല്ലോ, ജീവാമൃത് എന്നൊക്കെ പറയാം നമ്മുടെ ഗാമാർസനോളിനെ. അത് കിട്ടിയപ്പോ 2 നേരം 3 നേരം ആയിട്ട് കൊടുത്തു കഴിഞ്ഞ് അവളെ വീർമത, കഴുത്തിന്റെ വീർമതൊക്കെ പോയി. ഓപ്പറേഷൻ ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് സർജനെ കാണിച്ച് അതൊരു സർട്ടിഫിക്കറ്റ് കിട്ടി. അപ്പൊ അതിൽ ഏറ്റവും വലിയ സന്തോഷം അങ്ങനെ 2 കാര്യം. പിന്നെ ഇപ്പൊ പ്രൊഡക്റ്റ് കഴിക്കുന്നത് കൊണ്ടാണ് നമ്മളൊക്കെ എനിക്ക് നടക്കുന്നതും. എന്താ പറയാ, റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് വീട് തൃശ്ശൂർ ജില്ലയില് ചേറ്റുവ. നമ്മുടെ ഒരു കട ഉണ്ട് നമ്മുടെ ബാബു സാറിന്റെ അടുത്താണ്, താഹിറ. ഞാൻ ആദ്യം പറയേണ്ടതായിരുന്നു, പക്ഷെ നമുക്ക് ഇത് മറന്നു പോണ കാരണം ആദ്യം പറയുന്നത് താഹിറ. വളരെ സന്തോഷം. കാരണം നമുക്കുള്ള നല്ല അനുഭവങ്ങള് പങ്കുവയ്ക്കാനുള്ള മനസ്സ് തീർച്ചയായിട്ടും വളരെ വലുതാണ്. അത് പറയണല്ലോ. കാരണം അതുപോലെ ഇപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട്, ഇനി എത്ര വർഷമുണ്ട് റിട്ടയർമെന്റ് ഇന്ന് ഞാൻ നമ്മുടെ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോ. പക്ഷെ ഞാൻ 2 വർഷം കഴിഞ്ഞ് 22-ലാണ് റിട്ടയർഡ് ആയത്. 23-24, ഇപ്പൊ 2 വർഷം കഴിഞ്ഞ്. പക്ഷെ എന്നാലും എന്നോട് കണ്ണല്ല ആൾക്കാർ ചോദിക്കും എത്ര വർഷമുണ്ട് റിട്ടയർഡ് ആവാൻ. അത് ശരിക്കും നമ്മുടെ RCMന്ന് കിട്ടിയതാണ്. RCMന്റെ കീസുകളുടെ കുറച്ചൊക്കെ ഇങ്ങനെ ഒന്ന് മിനുക്കും. ആ ഒരു ഇതും നമ്മുടെ നോട്രി ചാർജും. എന്തായാലും സന്തോഷാണ്. നമുക്ക് വരുമാനമല്ല, എനിക്കിപ്പോ വരുമാനമല്ല നമ്മൾ നോക്കണേ. ഞാൻ ബിഗിനർ ആയിട്ടുള്ളൂ, ഒന്നും ആയിട്ടില്ല, പടിയുടെ അവിടേക്ക് ചവിട്ടാൻ പോകണുള്ളൂ. പക്ഷെ അതല്ല, എനിക്ക് വിശ്വാസം, എനിക്കിപ്പോ പൈസയുടെ ബുദ്ധിമുട്ട് നമുക്കുണ്ടില്ല എന്നല്ല, പക്ഷെ അതിലുപരി എനിക്ക് എന്റെ ശരീരത്തിന്റെ ഇത് ഞാൻ അനുഭവിക്കുന്നത്. അതുപോലെ നമ്മുടെ നോട്രി ചാർജ് കിഡ്സ്, എന്റെ പേരക്കുട്ടിക്ക്, മോന്റെ കുട്ടിക്ക് പാല് കിട്ടിയിട്ടില്ല. ഉണ്ണി 6 മാസം ആകുമ്പോഴത്തേനും തന്നെ അതിന്റെ ഉമ്മച്ചി മരിച്ചു പോയി. ഞാൻ കിഡ്സ് ആണ് സ്ഥിരം കൊടുത്തിരുന്നത്, ഇതുവരെ കിഡ്സ് ആണ് കൊടുക്കുന്നത്, കിഡ്സും ടിസ്റ്റും. അപ്പൊ അതിലും വലുത് പിന്നെ ഇനി എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ഗുഡ് RCM, GRCM. താങ്ക് യു. ഓക്കെ, അതായത് എന്താ പറയാ, മാഡം പറഞ്ഞത് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. താങ്ക് യു താഹിറ മാം, താങ്ക് യു.
എന്താണെന്ന് വെച്ചാൽ മാം താങ്ക് യു, വർക്ക് താങ്ക് യു. ചെയ്യുന്ന ഔഷധിയിലാണ് അല്ലെ? ആയുർവേദ മരുന്നുകൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കി തരുന്നത്? തീർച്ചയായിട്ടും എന്താ പറയാ, കുറച്ച് ഇന്ന ഇന്ന സസ്യങ്ങൾ അല്ലെങ്കിൽ ഇന്ന ചെടികളുടെ വേര് അല്ലെങ്കിൽ ചെടിയുടെ കായ, ചെടിയുടെ ഇല, ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു ചേരുവയാക്കി നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്നു. ഇപ്പോഴും നമ്മൾ ഏകദേശം അതേ രീതിയിൽ ഉപയോഗിക്കുന്നു. എന്നാൽ പണ്ടത്തെ രീതിയിലുള്ള ഗുണം ഇന്ന് ആയുർവേദ മെഡിസിനിൽ നമുക്ക് ലഭിക്കുന്നില്ല. അതിന്റെ കാരണം വേറൊന്നുമല്ല, ഇതാണ് നമ്മൾ എന്താ പറയാ, രാസവളങ്ങൾ മണ്ണിൽ പ്രയോഗിച്ചപ്പോൾ ഉണ്ടായ വ്യത്യാസമാണ്. ഇന്ന് പലപ്പോഴും ആയുർവേദത്തിന്റെ മിസ്റ്റേക്ക് അല്ലത്, അല്ലെ? ശരിക്ക് ഏറ്റവും നല്ല ചികിത്സാ രീതി എന്ന് വെച്ചാൽ ഒരുപക്ഷെ ആയുർവേദം തന്നെയാണ്, ഒരു സംശയമില്ല. നമുക്ക് അനുയോജ്യമായ ചികിത്സാ രീതി ആയുർവേദമാണ്. എന്നാൽ ഇന്ന് നമുക്ക് ഫലപ്രാപ്തി ലഭിക്കാത്തതിന്റെ കാരണം പറയുവാണെങ്കിൽ ബേസിക്കലി മണ്ണിൽ വന്ന വ്യതിയാനമാണ്, മണ്ണിലുള്ള പോഷകങ്ങളുടെ കുറവാണ്. അതിന് പോലും പരിഹാരമാണ് ആർസിഎം എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. താങ്ക് യു മാം. അടുത്തത് സുധർമ്മ മാഡം ആണ് അല്ലെ? എന്റെ പേര് സുധർമ്മ. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടാണ്, എരിക്കാവിലാണ് വീട്. അനുഭവങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അനുഭവങ്ങൾ മാത്രമേ ഉള്ളൂ പറയാൻ. വളരെ ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ടാണ് RCMൽ വന്നത്. എനിക്ക് യൂട്രസിന്റെ പ്രശ്നമായിരുന്നു, കരളിന്റെ പ്രശ്നമായിരുന്നു, അസ്ഥികൾക്കെല്ലാം തേയ്മാനമായിരുന്നു, കൈക്ക് മരവിപ്പായിരുന്നു. ഇങ്ങനെ ആകെ പ്രശ്നമായിരുന്നു. അപ്പൊ നമ്മള് ഒരുപാട് മരുന്നുകള് ചെറുപ്പകാലങ്ങളിൽ കഴിച്ചു, ഓവർഡോസ് മരുന്നുകൾ കഴിച്ചതിന്റെ ഭാഗമായിട്ട് അതിനെനിക്ക് മഞ്ഞപ്പിത്തം വന്നതായിരുന്നു 3 പ്രാവശ്യം. അപ്പൊ നമ്മുടെ കരളില് കോശങ്ങൾ നശിച്ചിട്ട് കരള് ഇല്ലാണ്ടായി പോവുമായിരുന്നു. അപ്പൊ അവര് പറഞ്ഞ ലിവർ സിറോസിസ് ആണ് എന്ന് പറഞ്ഞു. വേണ്ട 10 വർഷമായത് തുടങ്ങിയിട്ട്. നമ്മൾ ഇതിനകത്ത് വന്ന് 2023 ജനുവരിയിലാണ് ഞാൻ ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. 2018 ജോയിൻ ചെയ്ത് അന്നോട്ട് വുമൻ ടാബ്ലറ്റ് ഒമേഗ 3 ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് യൂട്രസിന്റെ പ്രശ്നങ്ങൾ ഒരുമാതിരി മാറി. അതുപോലെ തന്നെ നമ്മൾ തവിടെണ്ണ കഴിച്ചു. പൈൽസ് ഉണ്ടായിരുന്നു, ഗാമ ഓറോസിനോള്, ഒമേഗ. കരളിന്റെ പ്രശ്നങ്ങളെല്ലാം നോർമലാണ്. കരള് എനിക്ക് അന്ന് 375ഉം 33ഉം ആയിരുന്നു കൊളസ്ട്രോള്. ഷുഗർ 165ആയിരുന്നു. ഇപ്പൊ ഈയിടെ ടെസ്റ്റ് ചെയ്തപ്പോൾ അത് 230 49 ആയിട്ട് മാറി. കരളിന്റെ പ്രവർത്തനങ്ങളെല്ലാം നോർമലാണ്. ഷുഗർ 99 കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം നോർമലാണ്. ഇപ്പം ഈ ഞാൻ ഇംഗ്ലീഷ് മരുന്നൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല, നമ്മുടെ പ്രോഡക്റ്റുകൾ മാത്രമാണ് കഴിക്കുന്നത്. തേയ്മാനത്തിന് BJയും പ്രോട്ടീൻ പൗഡറുകളും ഈ ടാബ്ലറ്റുകളും എല്ലാം കഴിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം തേയ്മാനം ഏകദേശം എല്ലാം മാറിയിട്ടുണ്ട്. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇപ്പൊ എനിക്ക് നടക്കുകയും സൈക്കിൾ ചവിട്ടുകയൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ കൈയുടെ മരവിപ്പിന് ഓപ്പറേഷൻ ചെയ്യണം. ഒരു കൈ ഓപ്പറേഷൻ ചെയ്തതാണ്. അപ്പൊ ആ കൈക്ക് ബലക്കുറവുണ്ട് ഇപ്പൊ. അപ്പൊ മറ്റേ കൈക്കും മരവിപ്പ് തുടങ്ങി. അപ്പം ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞ് ഒരു ഇംഗ്ലീഷ് മരുന്നും കഴിക്കാൻ പറ്റാത്ത ആളാണ്. അപ്പൊ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചോണ്ട് ശരീരം മൊത്തം നീര് വെക്കും. അതുകൊണ്ട് ഓപ്പറേഷൻ അല്ലാതെ മാർഗമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ഗാമയുടെ ക്ലാസ് നടന്നപ്പോ ഞാൻ ചോദിച്ചു, എന്റെ കൈക്ക് ഇങ്ങനെ മരവിപ്പാണ്, അപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? ഗാമ 2 എണ്ണം കഴിക്കുന്നുണ്ട്. എന്നോട് പറഞ്ഞ് ഈ 2 എണ്ണം കഴിക്കുന്നത്. അപ്പൊ നമ്മള് ഗാമയും എല്ലാ പ്രോഡക്റ്റുകളും കഴിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ കൈയുടെ മരവിപ്പും മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ പൈൽസ് മാറി. അങ്ങനെ ഇപ്പം എല്ലാ അസുഖങ്ങളും ഒരുമാതിരി മാറിയിട്ടുണ്ട്. പൂർണ്ണമായിട്ട് ആരോഗ്യവതിയാണ്. എന്റെ അമ്മയാണെങ്കിൽ 93 വയസ്സുണ്ട്. അമ്മ 16 ഗുളിക കഴിക്കുന്നുണ്ടായിരുന്നു. അമ്മയ്ക്ക് ഈ ഹാർട്ട് പേഷ്യന്റ് ആണ്, നെഞ്ചിടിപ്പ് ഉണ്ടാവുമായിരുന്നു. അപ്പൊ അതിനെ എന്നിട്ട് ഭയങ്കര വിമിഷ്ടമാണ്. നേരത്തെ കിഡ്സ് നമ്മൾ കൊടുത്തായിരുന്നു. ഞാനും കിഡ്സും സർപ്പിസ് എല്ലാം കഴിച്ചപ്പോ എനിക്കാണെന്നും പറഞ്ഞ് ഞാൻ എടുത്തോണ്ട് വന്നിട്ട് അമ്മയ്ക്ക് കൊടുക്കുമായിരുന്നു. അപ്പൊ അമ്മയുടെ വിമിഷ്ടമൊക്കെ നേരത്തെ തന്നെ മാറി. ഇപ്പൊ ഞാൻ ഗാമ ഓറോസിനോൾ, അമ്മ നടക്കത്തില്ലായിരുന്നു, എപ്പോഴും മറിഞ്ഞു വീഴും, നടന്ന ഉടനെ മറിഞ്ഞു വീഴുമായിരുന്നു. ഇപ്പൊ ഗാമ ഓറോസിനോളും നമ്മുടെ ഒമേഗ 3യും വുമൻ ടാബ്ലറ്റും കൂടെ ഞാൻ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ അമ്മ നടക്കുന്നുണ്ട്, മറിഞ്ഞു വീഴത്തില്ല, നല്ല ആരോഗ്യവതിയാണ്. അമ്മയുടെ ഇംഗ്ലീഷ് മരുന്ന് 16 എണ്ണം എന്നുള്ളത് ഇപ്പൊ 2 കുറച്ചിട്ടുണ്ട്. അപ്പൊ അമ്മയുടെ ടെസ്റ്റ് ചെയ്തപ്പം അമ്മയുടെ അസുഖങ്ങളെല്ലാം മാറിയിട്ടുണ്ട്, എല്ലാം നോർമൽ ആണെന്ന് പറഞ്ഞതുകൊണ്ട് ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുമ്പോഴാണ് ഈ മുട്ട് തൊട്ട് താഴോട്ട് താഴ്ന്നിട്ട് മറിഞ്ഞു വീഴുന്നത്. കാലിന് ബലം അല്ലാതെ വീഴുക. അപ്പൊ അത് ഇംഗ്ലീഷ് മരുന്ന് നിർത്തി കഴിഞ്ഞപ്പം ഇപ്പം കാലിന് പ്രശ്നമൊന്നുമില്ല, ആരോഗ്യവതി. അപ്പൊ നമ്മുടെ RCMൽ നിന്ന് നമുക്ക് കിട്ടിയ ആ റിസൾട്ട് നമുക്ക് പറഞ്ഞ് തീർക്കാൻ പറ്റത്തില്ല. അപ്പൊ അതുപോലെ തന്നെ നമ്മ തവിടെണ്ണ, ഞങ്ങൾ ഫുള്ളായിട്ട് തവിടെണ്ണ ഉപയോഗിക്കും, ദേഹത്തൊക്കെ തേക്കുന്ന തവിടെണ്ണയാണ്. അപ്പൊ നല്ല ആരോഗ്യവതിയായിട്ടിരിക്കുന്നു. 100 വയസ്സുണ്ടെങ്കിലും ആരോഗ്യവതിയായിട്ടിരിക്കുന്നു.
നമ്മുടെ ചത്ത് കിടക്കുന്നവർ ചാടി എണ്ണീക്കുന്ന പ്രോഡക്റ്റ് ആണ് നമ്മുടെ ന്യൂട്രിചാർജ് എന്ന് വേണം പറയാൻ. ഈ തവിടെണ്ണം മാത്രം ഉപയോഗിച്ച് പോലും ഓരോരുത്തർ നടക്കാത്തവർ നടക്കുന്നുണ്ട് ഞാൻ കൊടുത്തിട്ട്. ഇപ്പം കിഡ്സ് ഒക്കെ കൊടുത്തിട്ട് നമ്മളെ ഇൻഹേലർ വലിക്കുന്നവരൊക്കെ 10 വർഷം ആയവർ പോലും ഇൻഹേലർ മാറ്റിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഒരുപാട് റിസൾട്ടുകൾ RCMൽ വന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. GRCM, ഗുഡ് RCM, താങ്ക് യു സാർ. മാഡം പറഞ്ഞ പ്രോഡക്റ്റ് ഇതാ ഇവിടെ വന്ന് സ്ക്രീനിൽ വന്നു. എന്താ സാറേ? അതാണ്ട് മാഡം പറഞ്ഞ ഈ ഗാമയല്ലേ? ആ ഇതല്ലേ? അതെ അടിപൊളിയല്ലേ? അതെ കാണാമല്ലോ. കാണാം. ഏകദേശം നമുക്കുള്ള എല്ലാവിധ രോഗങ്ങളും മാറാൻ ഗാമ ഓറസോൾ ഒറ്റ മൂല്യാണ്. അതുപോലെ തന്നെ വേറൊരു വിശേഷമുണ്ട്. ദേഷ്യം, ഈ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന ആൾക്കാരുടെ സ്വഭാവം മാറിയ ഗാമ കഴിച്ചാൽ. എന്താ കാരണം? അവർ സൈലന്റ് ആകും. ഞങ്ങളുടെ അമ്മയൊക്കെ ഭയങ്കര ഗാമ നമ്മുടെ ശരീരത്തിൽ ഹാപ്പി ഹോർമോൺസ് ഉത്പാദിപ്പിച്ചു തരും അല്ലേ? തീർച്ചയായിട്ടും ദ ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ് മാഡം പറഞ്ഞത്, ഒരു സംശയമില്ല. നമ്മൾ ഇതുവരെ ഗാമ ഉപയോഗിച്ച് തുടങ്ങിയിട്ടെങ്കിൽ പ്രോട്ടീൻ ഹൽവ മാത്രമല്ല ഗാമ ഓറസിനോൾ നമ്മളെ കയ്യിലുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നു. താങ്ക് യു മാം. അതുപോലെ തന്നെ എന്റെ ചേട്ടന്റെ ഭയങ്കര ദേഷ്യക്കാരനാണ്. ഇപ്പൊ ആള് സൈലന്റ് ആണ്. ഗാമ കൊടുക്കുന്നുണ്ട് ഞാൻ. വെരി ഗുഡ്. പെൻറ്റാബ്ലറ്റ്, ഒമേഗ 3 ഒക്കെ ചേട്ടനും കൊടുക്കുന്നുണ്ട്. അപ്പൊ ആള് സൈലന്റ് ആണ്. അപ്പൊ ഈ ഗാമ നമ്മുടെ ദേഷ്യം മാറ്റാൻ നല്ല ഒരു സുഹൃത്താണെന്ന് വേണം പറയാൻ. ഓക്കെ, താങ്ക് യു. വേണു സാർ പോയിന്റ് നോട്ട്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സാർ. താങ്ക് യു. അടുത്ത മിനി മാം ആണ്, മിനി ഷിബു. മിനി മാം അഡ്മിറ്റ് ചെയ്തോളൂ. എന്റെ പേര് മിനി. RCM എന്നുള്ള ഈ നന്മയുള്ള പ്രസ്ഥാനത്തില് ഞാനും അറിഞ്ഞു തുടങ്ങിയിട്ട് 3 വർഷത്തോളം ആയി. എനിക്ക് കിട്ടിയ റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വലിയ, പക്ഷേ ഞാൻ അറിയാണ്ട് തന്നെ എന്റെ ആ ഒരു വയ്യായിക അത് മാറിയെന്ന് വേണം പറയാം. പൂർണ്ണമായിട്ട് മാറിയെന്ന് വേണം പറയാം. കാരണം എനിക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ട് വെച്ചാൽ നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. ഭയങ്കര കാല് കഴപ്പായിരുന്നു. പക്ഷെ നമ്മുടെ എണ്ണ ഉപയോഗിച്ച ശേഷം തന്നെ ശരിക്കും ഫാറ്റ് കുറഞ്ഞു. അപ്പൊ ഒന്ന് 68 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു, ഞാൻ വെയിറ്റ് ഒന്ന് കുറഞ്ഞു. പിന്നെ അത് മാത്രമല്ല കാല് കഴപ്പിൽ മാറ്റം വന്നു. പിന്നെന്ന് പറഞ്ഞാൽ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് എനിക്ക് മസിൽ ഉരുണ്ട് കയറ്റം ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു പ്രശ്നം എനിക്കിപ്പോ പൂർണ്ണമായിട്ടും മാറി. പിന്നെ പീരീഡ് സമയത്തും വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നതാണ്. കാരണം ഈ വെരിക്കോസ് വെയിൻ ഉള്ളതുകൊണ്ടായിരിക്കാം ഭയങ്കര കാല് കഴപ്പായിരുന്നു. പക്ഷെ അതിപ്പോ എനിക്ക് പൂർണ്ണമായിട്ടും ഇല്ല. അപ്പൊ അത് നമ്മുടെ ഹെൽത്ത് കാർഡും ഉപയോഗിച്ച്, പിന്നെ നമ്മുടെ ന്യൂട്രിചാർജ് വുമൺ കഴിക്കുന്നുണ്ട്, ഞാൻ വെജ് ഒമേഗ കഴിക്കുന്നുണ്ട്, ന്യൂട്രിചാർജ് S5 കഴിക്കുന്നുണ്ട്, വ്യൂ കഴിക്കുന്നുണ്ട്. ഇപ്പൊ കണ്ണിന് പ്രശ്നം ഉള്ളതുകൊണ്ട് എന്തായാലും വ്യൂ കഴിക്കുന്നുണ്ട്, DHA കഴിക്കുന്നുണ്ട്, ഗാമ ഓറീസിനോൾ കഴിക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നുണ്ട്. എന്തായാലും ബാക്കി എല്ലാം കഴിക്കുന്നുണ്ട്. എല്ലാം കഴിക്കുന്നുണ്ട്. അടിപൊളി. പരിചയപ്പെടുത്തിയപ്പോ സ്ഥലം എവിടെയെന്ന് പറഞ്ഞില്ല മാഡം. വീട് എവിടെ? പെരിങ്ങുഴി. അതെവിടെ? കൊല്ലത്താ? ചെറിയൻകീഴ് കഴിഞ്ഞിട്ട്. ചെറിയൻകീഴും ഏത് ജില്ല? ഏത് ജില്ല? തിരുവനന്തപുരം. പരിചയപ്പെടുത്തണ്ടേ, അല്ലെങ്കിൽ ആൾക്കാരെ വിചാരിക്കില്ലേ ഏത് നാട്ടുകാരിയാണ്? ആരാ ആദ്യം പരിചയപ്പെടുത്തിയത്? ആദ്യം പരിചയപ്പെടുത്തിയ എന്റെ സിസ്റ്റർ മിനിത തന്നെയാണ്. മിനിത മേഡം. താങ്ക്സ് പറയാം ആദ്യം. മിനിത മേഡത്തിന് താങ്ക്സ്. ഒപ്പം ഇന്ന് 3 വർഷത്തോളം ആയെങ്കിൽ പോലും ഇന്ന് ഞാനോ എന്റെ ഹസ്ബൻഡോ, എനിക്ക് 3 കുട്ടികളുണ്ട്, ഞങ്ങളുടെ കുട്ടികളെ കൊണ്ട് പോലും ഒരു ഹോസ്പിറ്റലിൽ പോവേണ്ട ഒരു ആവശ്യം വരുന്നില്ല. കാരണം പനിയായാലും ചുമയായാലും ശ്വാസം മുട്ടായാലും നമ്മുടെ ഉൽപ്പന്നങ്ങൾ മാത്രം കൊടുത്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. അതുപോലെ നമ്മൾ ഒത്തിരി പേർക്ക് ഈ ഒരു നന്മ പറഞ്ഞു കൊടുത്തിട്ട് മെനഞ്ഞാന്ന് തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഓരോരുത്തരിൽ നിന്നും ഇങ്ങനെയുള്ളൊരു നല്ലൊരു അഭിപ്രായങ്ങൾ കേൾക്കുമ്പം എന്തോ നമ്മളൊക്കെ എന്തോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു മനസ്സ് നല്ലൊരു. താങ്ക് യു സാർ. GRCM, ഗുഡ് RCM. താങ്ക് യു മിനി മാഡം. എന്റെ പേര് രാധ. ഞാൻ വടക്കാഞ്ചേരിക്ക് അടുത്ത് നെല്ലുവായിലാണ്. എനിക്കും ഇതുപോലെ 8 വർഷമായി തൈറോയിഡ് ഉണ്ടായിരുന്നു. അപ്പോ യാദൃശ്ചികമായിട്ടാണ് വടക്കാഞ്ചേരിയിലുള്ള മോഹൻദാസ് സാറ് എന്റെ വീട്ടിൽ വരികയും എന്നെ ഈ ഗാമ ഓറൈസിനോളും റൈസ് ബ്രാൻ ഓയിലും പരിചയപ്പെടുത്തി. ഒരു മടിയും കൂടാതെ. കാരണം മുമ്പ് ഇതിന്റെ പ്രൊഡക്റ്റുകളെല്ലാം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കാരണവശാല് എന്തോ അത് നിന്നുപോയി. പിന്നെ അതെല്ലാം ഉപയോഗിച്ചു. തൈറോയിഡ് 18 പോയിന്റ് ഉണ്ടായിരുന്നു. 1 മാസം കഴിഞ്ഞപ്പോഴേക്ക് തന്നെ അത് 9 പോയിന്റിലേക്ക് എത്തി. പിന്നെ ഞാനത് തുടർച്ചയായി 2 മാസം കൂടി കഴിക്കാൻ പറഞ്ഞു സാറ്.
കഴിച്ചു. രാജൻ സാറിനെ കാണിച്ചു. രാജൻ സാറ് ഇതെന്നെ മുന്നോട്ട് പോകാൻ പറഞ്ഞു. വിമണും ഒമേഗയും കഴിച്ചു. ഇതെല്ലാം കഴിച്ച് സുഖമായി. ഇപ്പം 3.3 നിൽക്കണു, 7 മാസമായിട്ട്. അപ്പൊ എന്റെ ഒരു കൂട്ടുകാരി ഇതേപോലെ ഒരു ക്യാൻസർ ബാധിച്ചിട്ട് കിടപ്പിലായിരുന്നു. ഒരു ബ്രസ്റ്റ് റിമൂവ് ചെയ്തു, യൂട്രസിലേക്കും എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോ യാദൃശ്ചികമായിട്ട് ഞങ്ങൾ കാണാനിടയായി. അന്ന് രാജൻ സാറ് ഞങ്ങളെ വീടിന്റെ അടുത്ത് ഞാനൊരു ഹോം മീറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് വന്നു, ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ കഴിക്കാൻ പറഞ്ഞു. യൂട്രസ് മാറ്റണം എന്നായിരുന്നു അവരുടെ ഡോക്ടർ എറണാകുളത്തുനിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 1 മാസം കഴിച്ചപ്പോഴേക്ക് തന്നെ ഡോക്ടർ പറഞ്ഞു, ഇതിന്റെ ഇടയിൽ എന്താ കഴിച്ചത് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ഒന്നും കഴിച്ചിട്ടില്ല പറഞ്ഞു. അല്ല, എന്തോ കഴിച്ചിട്ടുണ്ട് പറഞ്ഞു. പറയാൻ പോയില്ല അവര്. അപ്പൊ ഓപ്പറേഷൻ ഇപ്പൊ വേണ്ട, നല്ല വ്യത്യാസമുണ്ട്, ഞാൻ ഇനി പറയുമ്പോ വന്നാ മതി പറഞ്ഞു. അവര് പിന്നെ പോയിട്ടില്ല സാറേ. ഇപ്പം 6 മാസമായിട്ട് ഈ വിമണും ഒമേഗയും ഗാമയും ഹെൽത്ത് കാർഡ് ഓയിലൊക്കെ ഉപയോഗിക്കണു. നല്ല റിസൾട്ടാണ്. ഞാൻ കുറച്ച് ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരു ഈഗിൾ അച്ചീവറാണ്. ഈ മാസം റണ്ണർ ആവണമെന്ന് വലിയൊരു മോഹമുണ്ട്. അതിലേക്ക് ഉള്ള ഒരു ഇതിലാണ് ഇപ്പൊ ഞാനുള്ളത്. അയ്യോ റണ്ണറൊന്നും ആയാൽ പോരല്ലോ. പോരെ സാറേ, ഞാൻ മുമ്പ് പറഞ്ഞത് ഡിസംബറിൽ സ്റ്റാർ ആവുന്നായിരുന്നു. അത് കുറച്ച് ഞാൻ അങ്ങനെ കേട്ടതായിട്ട് എനിക്ക് തോന്നുന്നത്. ഉണ്ട് സാറേ, നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. നമുക്കത് മാർച്ചിലോട്ട് നീട്ടിയാലോ? അടുത്ത മാസം ആയാലോ? കുഴപ്പമൊന്നുമില്ലല്ലോ. അടുത്ത മാസം നല്ലതാണ്. നോക്കൂ രാധമൻ, നമുക്ക് കിട്ടിയ ഈ നല്ല അനുഭവങ്ങൾ നമ്മൾ പെട്ടെന്ന് പറയുമ്പോൾ ആൾക്കാർ ഉൾക്കൊള്ളില്ല. അത് സ്വാഭാവികം മാത്രം, അല്ലേ? എന്നാൽ നിരന്തരം നമ്മൾ പറയുമ്പോൾ നമുക്ക് നമ്മൾ പറയുന്നതിന് ഫലം കിട്ടും. നമ്മൾ എന്നും ഒരു കാര്യം തന്നെയാണ് പറയുന്നതെങ്കിൽ നാട്ടുകാർ ശ്രദ്ധിക്കാൻ തുടങ്ങും. പറയും, ഇന്നും പറഞ്ഞു ഒരേ കാര്യം പറയുന്നു. നമ്മളെ എഫർട്ട്, നമ്മൾ കണ്ടിന്യൂസ്ലി എഫർട്ട് നമ്മൾ എടുത്താൽ തീർച്ചയായിട്ടും നമുക്കത് സാധിക്കും. നമുക്കൊരു തീവ്രമായ ആഗ്രഹം ഉണ്ടാവണം. എനിക്കും ആർസിയോട് എന്തെങ്കിലുമൊക്കെ നേടണം. എന്നെ വിശ്വസിച്ച് എന്റെ കൂടെ വന്ന ആൾക്കാരൊക്കെ നേടിക്കൊടുക്കാനും സാധിക്കണം, അല്ലേ? 2026 അവസാനിക്കുന്ന മുമ്പ് വരെ നമ്മൾ എന്തെങ്കിലും വലിയ നേട്ടങ്ങളിലേക്ക് വരണം, കേട്ടോ? നമ്മള് സ്റ്റാറാണ്. ഓക്കെ, ഞാൻ അതിൽ സാറിന്റെ നാവ് പൊന്നാവട്ടെ സാറേ. ഓക്കെ, കഴിവിന്റെ പരമാവധി പരിശ്രമിക്കുന്നുണ്ട്. എല്ലാവരും എത്തിക്കുന്നുണ്ട്. മോഹൻദാസ് സാറിനോട് ഞാൻ പറയാം, മാഡത്തിന് എന്തായാലും സ്റ്റാറാക്കാൻ പറയും. ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു മാഡം. എനിക്ക് ഒരു അവസരം തന്നതില് സാറിന് നന്ദി പറയുന്നു. ജയ് ആർസിഎം. താങ്ക് യു. അപ്പൊ ആർസിഎം മനസ്സിലാക്കുവാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആർസിഎം മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ 1 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ നമുക്ക് ആർസിഎം മനസ്സിലാവത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നിരന്തരം എവിടെയാണോ നമുക്ക് മീറ്റിങ്ങുകൾ കിട്ടുന്ന ആ മീറ്റിങ്ങുകളിലേക്ക് പോകുക. ആദ്യം ആർസിഎം കേൾക്കുമ്പോൾ അത് നമ്മളോട് ആരാണോ പറഞ്ഞ് അവരുടെ ആർസിഎമായിരുന്നു. കുറെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ ആർസിഎം എന്റെ ആർസിഎമായിട്ട് മാറുന്നത്. എന്നാണോ ഈ ആർസിഎം എന്റെ ആർസിഎമായിട്ട് മാറുന്നത്, അന്നാണ് ശരിക്കും പറയണമെങ്കിൽ ഞാൻ ഒരു ആർസിഎമ്മിന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ആളായി മാറി. സിമ്പിൾ ഉദാഹരണം ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ആരെയും പറയുന്നത് എന്റെ കാര്യം തന്നെ പറയാം. ആദ്യം മൂർ സാറ് എന്നോട് ആർസിഎം ജോയിൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ഉത്തരം, നിങ്ങളുടെ തേയില, അതിനാണ് നിങ്ങളുടെ തേയില ഞാൻ വാങ്ങുന്നതിന് മെമ്പർഷിപ്പ് എടുക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് തേയില വേണം. ഇന്ന് ഞാൻ എന്താ പറയുന്നത്? എന്റെ തേയില. എന്നിൽ വരുന്ന മാറ്റം കണ്ടോ? നമ്മളിൽ വരുന്ന മാറ്റം നമ്മൾ അറിയാതെയാണ് സംഭവിക്കുന്നത്. അതിന്റെ കാരണം, നമ്മളെ സംബന്ധിച്ച് ഒരു പ്രായമൊക്കെ കഴിഞ്ഞ ആൾക്കാരൊക്കെ കാണാതെ പഠിക്കുക അല്ലെങ്കിൽ എഴുതി പഠിക്കുക, ഇതൊക്കെ വലിയ പ്രയാസമുള്ള കാര്യങ്ങൾ. പക്ഷേ ഈ മീറ്റിങ്ങിന്റെ പ്രത്യേകത എന്താ? നമുക്ക് നിരന്തരം കാര്യങ്ങൾ കേട്ട് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ കേൾക്കുമ്പോൾ അറിയാതെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അങ്ങ് അലിഞ്ഞു ചേരും, അല്ലെ? അപ്പൊ അതിന് സാധിക്കുന്നതാണ് ഈ പറഞ്ഞ മീറ്റിങ്ങുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത. സൂം മീറ്റിങ്ങുകൾക്ക് നല്ല പ്രാധാന്യം കൊടുക്കുക, അല്ലെ? എവിടെയാണോ നമുക്കൊരു പ്രോഗ്രാം കിട്ടുന്നത് ആ പ്രോഗ്രാമിന് വേണ്ട പ്രാധാന്യം കൊടുത്ത് നമ്മൾ എന്താ പറയുക, പങ്കെടുക്കുക. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം നമ്മൾ അവസാനിപ്പിക്കും. അതായത് മറ്റൊന്നുമല്ല, ഇപ്പൊ നല്ല ചൂട് സമയമാണ്. ഈ വർഷം സാധാരണയേക്കാൾ അധികം ചൂട് പ്രതീക്ഷിക്കുന്ന ഒരു സമയം കൂടിയാണ്.
തൃശ്ശൂരുള്ള കുറെ പേരുണ്ട്. തൃശ്ശൂർ, എറണാകുളം, കോട്ടയം ഈ പ്രദേശത്തൊക്കെ ഈ ദിവസങ്ങളിൽ യെല്ലോ അലർട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. ചൂട് കുറച്ച് അധികം ഉണ്ടാകും. കഴിയുന്നത് നിങ്ങൾ 11 മണിക്ക് ശേഷവും 3 മണിക്ക് ഉള്ളിലുമുള്ള വെയില് ഒഴിവാക്കാനും പറഞ്ഞിട്ടുണ്ട്. വെയിലത്തിരുന്നുള്ള പ്രവൃത്തി കഴിയുമെങ്കിൽ വണ്ടി ഒന്നും ഓടിച്ചു പോകുന്നതിന് കുഴപ്പമില്ല, കഴിയുന്നതും അല്ലെ, എല്ലാവർക്കും കൊണ്ട് അത് പോസിബിൾ ആവണമെന്നില്ല, പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വീട്ടിലെ ചൂട് കുറയ്ക്കാൻ പറ്റുന്ന ഒരു എറ്റേണിറ്റി അല്ലെ, നമ്മൾ കണ്ടു ഡാം പ്രൊട്ടക്ട് എന്നൊരു എന്താ പറയാ, അതൊരു മൾട്ടിപ്പിൾ ഇതാണ്. കാരണം എന്റെ മകളുടെ വിവാഹത്തോടനുബന്ധിച്ച് എന്റെ വീട്ടിൽ പെയിന്റ് ചെയ്യിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്റെ ടെറസിന് ഇത് അടിച്ചേ പറ്റുള്ളൂ. ഫസ്റ്റ് ടൈമാണ് അടിക്കുന്നത്. 3 കോട്ടും അവര് കൃത്യമായിട്ട് അത് അടിച്ചു. ആദ്യത്തെ കോട്ടിൽ നന്നായിട്ട് വെള്ളം ചേർത്ത് അടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു എന്താണ് അത് വളരെ ലൈറ്റായിട്ട്, പക്ഷെ അത് ആ വെള്ളം നന്നായിട്ട് ചേർത്തുകൊണ്ട് തന്നെ പല ജോയിന്റ്സ്, അതായത് ചെറിയ ചെറിയ ഗ്യാപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഗ്യാപ്പിലേക്ക് ഇറങ്ങിപ്പോകാൻ സാധിച്ചു. സെക്കൻഡും തേർഡും കഴിഞ്ഞപ്പോൾ ഒരല്പം കൂടെ ഒരു നല്ല കോട്ടിംഗ് ഉള്ളൊരു പ്രതലം പോലെ അനുഭവപ്പെട്ടു. എന്റെ വെള്ളത്തിന്റെ ടാങ്കിൽ പോലും ഇത് അടിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ മുകളിൽ പോയി അത് കാണിച്ചു തരാൻ തയ്യാറാണ്. എനിക്കതിൽ ബുദ്ധിമുട്ടൊന്നും. ഇപ്പൊ എന്റെ ഒരു വലിയ സന്തോഷം എന്ന് പറയുന്നത്, ഞാൻ ഇതിനു മുമ്പ് ഉദ്ദേശിച്ചപ്പോൾ ഒരുപക്ഷെ വാട്ടർ ടാങ്കിലെ വെള്ളം ഇത്ര കണ്ട ഇത് പണ്ട് നമുക്കറിയാം നല്ല ചൂട് സമയത്ത് ഒന്ന് മുഖം കഴുകണമെങ്കിൽ വലിയ പ്രയാസമാണ്. കാരണം വാട്ടർ ടാങ്കിലെ വെള്ളം എടുത്ത് മുഖം കഴുകണമെങ്കിൽ ചൂട് വെള്ളമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഇന്ന് ഈ പൈപ്പിലെ ചൂട് വെള്ളം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വാട്ടർ ടാങ്കിൽ കിട്ടുന്നത് നല്ല നോർമൽ വെള്ളമാണ്. നിങ്ങളുടെ വീടുകളിലും ടാങ്ക് ഉണ്ടാവും, ടെറസ് ഉണ്ടാവും അല്ലെ. ഈ ടെറസിനെ സംരക്ഷിക്കാനും ചൂടിൽ നിന്ന് സംരക്ഷണത്തിന് ഞാൻ 2ാം നിലയിൽ വെറും ഒരു ഫാൻ മാത്രം ഇട്ട് സുഖമായി ഇരുന്ന് മീറ്റിംഗ് എടുക്കാൻ സാധിക്കുന്നത് RCM തന്ന ഈ ഡാം പ്രൊട്ടക്ടിന്റെ ഒരൊറ്റ ബലത്തിലാണ്. തീർച്ചയായിട്ടും അത് എനിക്ക് കിട്ടിയ അനുഭവം മാത്രമാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. നമ്മൾ RCMൽ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്: യൂസ് ദ പ്രൊഡക്റ്റ് ദെൻ പ്രൊമോട്ട് ദ പ്രൊഡക്റ്റ്. നിങ്ങൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാനും നമുക്ക് കിട്ടിയ നല്ല അനുഭവങ്ങൾ മറ്റുള്ള ആൾക്കാരോട് പങ്കുവയ്ക്കാനും, വെറുതെ അങ്ങോട്ട് പങ്കുവച്ചാൽ പോലെ ശരിക്കും നന്നായിട്ട് അത് പ്രൊമോട്ട് ചെയ്യാനും, ഒപ്പം അതിന്റെ കൂടെ ചെറിയൊരു സിസ്റ്റം കൂടി ഉണ്ട് അല്ലെ. ആ സിസ്റ്റം കൂടി അനുവർത്തിച്ചാൽ നമ്മളെ ഏതറ്റം വരെയും കൊണ്ടുപോകുന്ന ഒരു വലിയ സംവിധാനത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് എന്നത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രോഗ്രാം അവസാനിപ്പിക്കുകയാണ്.